ശ്രീമാത്രേ നമഃ. നമ്മള് ദേവിയുടെ ചതുഷ്ഷഷ്ടി ഉപചാരാഠ്യ എന്ന് പറയുന്ന നാമത്തിന്റെ വിശദമായിരിക്കുന്ന പരശുരാമ കൽപ്പസൂത്രത്തെ ബേസ് ചെയ്തിട്ടുള്ള വിവരണമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 16 ഉപചാരങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അതെല്ലാം ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ അടുത്ത, അതായത് ലാസ്റ്റിൽ നമ്മൾ വന്നിരുന്നത് ആ ഒരു എന്താ പറയാ, ദേവിക്ക് മല്ലിക, മാലതി, ജാതി, ചമ്പക, അശോക, ശതപത്ര, പൂക, കുഹലി, പുന്നാക ആ ഒരു മാലകൾ സമർപ്പിക്കലായിരുന്നു അല്ലെ. ദേവിയുടെ ആ ഒരു കേശഭാരത്തെ അലങ്കരിച്ചുകൊണ്ട് ദേവിക്ക് മാലകളെ നമ്മൾ കണ്ടു. മാലകൾ എന്ന് പറയുന്നതും പുഷ്പങ്ങൾ എന്ന് പറയുന്നത് ആകാശത്തിന്റെ സ്വരൂപമാണ്. അപ്പോ നമ്മുടെ ലോകങ്ങള്, നമ്മുടെ ശരീരഭാഗം, ശ്രീചക്രവുമായിട്ടുള്ള ബന്ധം എല്ലാം നമ്മൾ കണ്ടു. കാരണം ഊർധ്വലോകങ്ങളായിട്ടുള്ള 7ഉം അധോലോകങ്ങളായിരിക്കുന്ന 7ഉം നമ്മുടെ ശരീരത്തിൽ തന്നെയാണ്. അപ്പൊ ശ്രീചക്രം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഈ പ്രപഞ്ചത്തിലേക്ക് വരുമ്പോൾ പ്രപഞ്ച സ്വരൂപമായിരിക്കുന്ന ശ്രീചക്രം. അപ്പോ അതാണെന്ന് കണ്ടു. ഇനി നമ്മൾ അടുത്തതായിട്ട് ദേവി എന്താണ് 17ാമത്തെ ഉപചാരം കൊടുക്കാൻ പോകുന്നത്? ഭൂഷണ മണ്ഡപ പ്രവേശം. ഭൂഷണ മണ്ഡപ പ്രവേശം, ആഭരണങ്ങൾ അണിയാനുള്ള മണ്ഡപത്തിലേക്ക്, അതായത് അതിന്റെ അറയിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് ദേവിയെ. ദേവിക്ക് പാദ്യം കൊടുത്തു, ദേവിക്ക് ഉഷ്ണോദക സ്നാനം കൊടുത്തു, ആഭരണങ്ങളെല്ലാം അഴിച്ചു വെച്ച് ദേവിയെ എല്ലാ 2-3 തരത്തിലുള്ള കലശങ്ങളിൽ ദേവിക്ക് അഭിഷേകം ചെയ്തു. അഭിഷേകം കഴിഞ്ഞ് ദേവിക്ക് തുവർത്താൻ നമ്മൾ വെള്ള വസ്ത്രം കൊടുത്തു. അത് കഴിഞ്ഞ് ചുവന്ന വസ്ത്രം കൊടുത്തു, പട്ടുകൊണ്ട് മൂടി. അത് കഴിഞ്ഞ് കുജോത്തിരീയം കൊടുത്തു. അത് കഴിഞ്ഞ് ദേവിയുടെ തലമുടി ഉണക്കി അതിൽ പുഷ്പങ്ങൾ എല്ലാം സമർപ്പിച്ചു. ഇനി എന്താണ്? അമ്മയ്ക്ക് ആഭരണങ്ങൾ കൊടുക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഭൂഷണ മണ്ഡപ പ്രവേശം. ആഭരണങ്ങള് നമ്മള് ഒരാളുടെ ബാഹ്യമായിരിക്കുന്ന സൗന്ദര്യം, നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയും. ഒരാളുടെ പേഴ്സണാലിറ്റി ബാഹ്യമായിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ സമൂഹം പറയുന്നത് അല്ലെ. ഒരാളെ കാണുമ്പോൾ, വ്യക്തിഗതമായിട്ട് ദൂരെ നിന്ന് കാണുമ്പോൾ പെർസോണ, അവന്റെ ആ ഒരു എങ്ങനെയാണ് അവൻ ആ ഒരു വ്യക്തി ഇരിക്കുന്നത്, കാണുമ്പോഴുള്ള ഭംഗി. അപ്പൊ ഈ ആഭരണങ്ങളെല്ലാം തന്നെ നമ്മൾ അണിയുന്ന എന്തിനാണ്? നമ്മുടെ വ്യക്തിത്വത്തെ കൂട്ടാനാണ്. ഈ വ്യക്തിത്വം എന്ന് പറയുന്നത് എന്താണ്? ബാഹ്യമായിട്ട് കാണുന്നതാണോ അതോ ആന്തരികമായിട്ടുള്ളതാണോ? അതാണ് ഇവിടുത്തെ ചോദ്യം. നമ്മൾ ഈ പറഞ്ഞ ദേവിക്ക് ഭൂഷണ മണ്ഡപ പ്രവേശത്തിൽ നമുക്ക് ആഭരണങ്ങൾ കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മളിൽ വരേണ്ട മാറ്റങ്ങൾ? ഈ ഒരു ആളെ വിലയിരുത്തുന്നത് പുറമേ ആണോ അകമയാണോ? നമ്മൾ തന്നെ ഒരു തീരുമാനം എടുക്കണം. നമുക്ക് ദേവിക്ക് എന്തൊക്കെയാണ് ഈ ഭൂഷണ മണ്ഡപവും ഈ ഭൂഷണ മണ്ഡപ പീഠ ഉപവേശം കൊണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് ദേവിയെ നമ്മൾ എന്താ ചെയ്യുന്നത്? അമ്മയെ ക്ഷണിക്കുകയാണ്. അമ്മ, ആഭരണങ്ങൾ അണിയാനായിട്ട്. പ്രത്യേകം സ്ത്രീകൾക്ക് പണ്ട് ആ ഒരു ഡ്രസ്സിങ് മുറി എന്ന് പറഞ്ഞിട്ട് അവർക്ക് അവരുടെ ആഭരണങ്ങൾ അണിയാനും അവരുടെ എന്താ പറയാ ആ ഒരു ഭംഗിയായിട്ട് അണിഞ്ഞൊരുങ്ങി പുറത്തു വരാനുള്ള ഒരു മുറിയാണത്. അപ്പൊ ദേവിക്ക് ഭൂഷണ മണ്ഡപം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം എങ്ങനെയായിരിക്കും ആ ഭൂഷണം. ചിന്താമണി ഗൃഹത്തില് ആ ഒരു പഞ്ചപ്രേത മഞ്ചത്തിലിരിക്കുന്ന സർവാഭരണ വിഭൂഷിതയായിരിക്കുന്ന ദേവിയെ നമ്മളെല്ലാം മാറ്റിക്കഴിഞ്ഞ് ഒരു സാധകൻ തൻ്റെ അമ്മയെ എങ്ങനെയാണോ ക്ഷണിക്കുന്നത്, അതുപോലെ അമ്മേ ആ ഒരു ജുവലറി റൂം എന്നാ പറയുന്നത്, എൻട്രിങ് ദ ജുവലറി റൂം. അവിടെ അനേക ആഭരണങ്ങൾ വെച്ചിരിക്കുക. അമ്മയുടെ ശിരസ് മുതൽ പാദങ്ങൾ വരെ ധരിപ്പിക്കാനുള്ള അതിമനോഹരമായിരിക്കുന്ന ആഭരണങ്ങൾ. അതിനൊക്കെ പ്രത്യേക പേരുകളുണ്ട്. നമ്മൾ ധരിക്കുന്ന പോലെ മാലയും വളയും ഒന്നും അല്ല ദേവി ധരിക്കണം. നമുക്ക് നോക്കാം. അമ്മയെ അണിയിച്ചൊരുക്കാൻ, അതായത് ശരിക്കും പറഞ്ഞ ഡ്രസ്സിങ് റൂം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി, ആ യഥാർത്ഥ ഐഡന്റിറ്റിയെ മറച്ചുകൊണ്ട് എന്തൊക്കെയോ ആഭരണങ്ങളും നല്ല സാരിയും ഒക്കെ വസ്ത്രമൊക്കെ ഉടുത്ത് നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരാനാണ് നമ്മള്, അതായത് ഈ ശരീരം എടുത്ത ജീവന്മാര് ചെയ്യുന്നത്. പക്ഷെ ദേവിക്കോ? ദേവിയുടെ എന്താ ശരിക്കും പറഞ്ഞാല് ദേവിയുടെ ദേവിക്ക് ഡ്രസ്സ് ആവശ്യമുണ്ടോ? ഈ സൃഷ്ട പ്രപഞ്ചത്തിൽ 36 തത്വമായിരിക്കുന്ന വസ്ത്രം ധരിച്ചിരിക്കുന്നവളാണ് ദേവി. ഈ കാണപ്പെടുന്ന എല്ലാം അമ്മയുടെ ആഭരണങ്ങളാണ്. അമ്മയ്ക്ക് അത് പ്രത്യേകിച്ച് ആവശ്യമില്ല. അപ്പൊ ഈ ഡ്രസ്സിംഗ് റൂമിലേക്ക് ദേവിയെ പ്രവേശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സത്സംഗത്തിലേക്ക് പ്രവേശിക്കുക. സത്സംഗങ്ങള് എന്താ? ഈ സത്സംഗങ്ങള് സത്തുക്കളുമായിട്ട്, മഹത്തുക്കളുമായിട്ടുള്ള സംഘങ്ങൾ. എവിടെയാണോ പുരാണങ്ങള്, ഈ പറയുന്ന വേദമന്ത്രങ്ങൾ, വേദങ്ങളെ കുറിച്ച്, വേദം, ശ്രുതി, പുരാണം ഇതൊക്കെ പറയുന്നത് എന്താ? ഈശ്വരൻ ആരാണ്, ഞാൻ ആരാണ്, എവിടെ നിന്ന് വന്നു, നമ്മൾ എവിടെയാണ് തിരിച്ചു പോകുന്നത്, ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സ്ഥലമാണ് നമ്മളെ സത്സംഗങ്ങൾ എന്ന് പറയുന്നത്. സത്തിനെ അറിയാനുള്ള, തന്റെ ഉണ്മ അല്ലെങ്കിൽ എക്സിസ്റ്റൻസിനെ അറിയാനുള്ള ആ ഒരു കൂട്ടായ്മയാണ് സത്സംഗം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഡ്രസ്സിംഗ് റൂമിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ദേവി അമ്മ ആരാണ്? ഇതുവരെ നമ്മൾ പുറത്ത് സാരി ഉടുത്ത ഒരു വിഗ്രഹത്തിൽ കണ്ട ദേവിയെ അല്ല ഇനി കാണാൻ പോകുന്നത്.
അമ്മ ആരാണ്? ഞാൻ സത്സംഗത്തിലൂടെ നമ്മുടെ ശരിക്കും ഉപാസനാ തലത്തിൽ പറയുകയാണെങ്കിൽ മന്ത്രമൊക്കെ ലഭിച്ചു കഴിഞ്ഞ് മന്ത്ര സാധനയിലേക്ക് പ്രവേശിക്കുന്ന ഉപാസകൻ താൻ എന്താണ് ചെയ്യണത്, താൻ ദേവിയെ അറിയാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ആ തലത്തിലേക്ക് പ്രവേശിക്കുക. അതിനാണ് സത്സംഗം എന്ന് പറയുന്നത്. നമ്മൾ വേദങ്ങളെ ഉപനിഷത്തുകളൊക്കെ പഠിക്കുക, ദുർഗാസൂക്തം ശ്രീസൂക്തം ഒക്കെ പഠിക്കുക എന്നുള്ളതാണ്. അതേസമയം താന്ത്രികമായിട്ട് പറയണമെങ്കിൽ നമ്മളെ ദേവിയെ ആരാധിക്കാനുള്ള ഗണപതി മുതലുള്ള യന്ത്രപൂജ, പുരസ്ചരണം, ഹോമം, തർപ്പണം ഇതൊക്കെ ചെയ്ത് ദേവിയെ അറിയുക എന്നുള്ള ആദ്യത്തെ തലത്തിലേക്ക് കയറുകയാണ്. നമ്മുടെ ഡൗട്ട്സ് ഇല്ലെങ്കിൽ നമുക്ക് ദേവിയെ കൂടുതൽ മനസ്സിലാക്കാൻ ഇതുവരെ ഉണ്ടായിരുന്ന അവിദ്യ, അജ്ഞാനം, ആവരണങ്ങളെല്ലാം മാറ്റി നല്ല ഒരു അറിവ് ദേവിയെ കുറിച്ച് ഉണ്ടാക്കാനുള്ള ആദ്യത്തെ കാൽവയ്പാണ് ഭൂഷണ മണ്ഡപ പ്രവേശം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാല് ഇതിനകത്തിരിക്കുന്ന ഓരോ ആഭരണവും നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സുകൊണ്ട് മായാകൽപിതമായിരിക്കുന്ന ഭാവനയാണ് നമ്മൾ ദേവിക്ക് കൊടുക്കാൻ പോകുന്നത്. കാരണം മനുഷ്യന്റെ യത് ഭാവം തത് ഭവതി എന്നാണ് അല്ലെ. നമ്മൾ എന്തൊക്കെയാണോ സങ്കല്പം, ദേവിയുടെ സങ്കല്പമാണ് ഈ പ്രപഞ്ചമെങ്കില്, ദേവിയുടെ സങ്കല്പമാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യരെങ്കില്, ഈ കാണപ്പെടുന്ന എന്താ പറയുക നാമരൂപങ്ങളെല്ലാം തന്നെ ചരങ്ങളും അചരങ്ങളും എല്ലാം അമ്മയുടെ സങ്കല്പമാണെങ്കിൽ നമ്മുടെ സങ്കല്പം ദേവിയെ കുറിച്ച് എങ്ങനെ ഇരിക്കണം, നമുക്ക് എന്തൊക്കെ ദേവിക്ക് കൊടുക്കാൻ പറ്റും ഇല്ലെ? ഒരു മകൾക്ക്, ഒരു അമ്മയ്ക്ക് എന്തൊക്കെയാ കൊടുക്കാൻ പറ്റുന്നത്? അത് എന്തിൽ നിന്നാ വരുന്നത്? സന്തോഷത്തിൽ നിന്ന് അല്ലെ, സ്നേഹത്തിൽ നിന്ന്, അറ്റാച്ച്മെന്റിൽ നിന്ന്, മനസ്സിൽ നിന്ന്. നമ്മൾ മനസ്സോടെ കൊടുക്കും. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ആയിക്കോട്ടെ, നമ്മൾ സ്വന്തം അമ്മയ്ക്ക് ഇല്ലെങ്കിൽ നമ്മൾ അത്ര ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഒരു ചെറിയ സാധനം, അത് പക്ഷെ ആ മനസ്സർപ്പിച്ചാണ് കൊടുക്കണമെങ്കിൽ അതിന്റെ വാല്യൂ എന്തായിരിക്കും? അല്ല ഇനി കോടിക്കണക്കിന് രൂപയുടെ ഒരു ഗിഫ്റ്റ് ആയിക്കോട്ടെ, നമുക്ക് കൊണ്ടുവന്ന് നമ്മുടെ കയ്യിൽ തരാതെ അവിടെ കൊണ്ടുവന്ന് മേശപ്പുറത്തിട്ട് ഇതാ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതാണോ സ്നേഹം? ഒരു കുഞ്ഞു സാധനം കെട്ടിപ്പിടിച്ച് സ്നേഹത്തോടെ കയ്യിൽ കൊണ്ടു തന്ന് അമ്മ ഞാൻ അമ്മയെ ഓർത്ത് ഞാൻ വാങ്ങിച്ചാണെന്ന് പറയുമ്പോൾ കിട്ടുന്ന സന്തോഷവും വളരെ അജഗജാന്തരമാണ് അല്ലെ. അപ്പൊ നമ്മള് ദേവിക്ക് എന്താ നമുക്ക് കൊടുക്കുക? നമ്മുടെ ആത്മാവായിട്ടിരിക്കണ, നമുക്ക് ഒരുപാട് കളിപ്പാട്ടങ്ങൾ തന്ന് നമ്മളെ ഈ പ്രപഞ്ചത്തിലേക്ക് അയച്ചിരിക്കുന്ന ആ അമ്മയ്ക്ക് നമുക്ക് എന്താ ഏറ്റവും നന്നായിട്ട് കൊടുക്കാൻ പറ്റുക? നമ്മുടെ മനസ്സ് അല്ലെ, മനസ്സാകുന്ന താമര. അപ്പൊ നമ്മൾ ആ മനസ്സാകുന്ന താമര കൊണ്ട്, ആ മനസ്സുകൊണ്ട് എന്തൊക്കെ കൽപ്പിക്കാം അമ്മയ്ക്ക്, എന്തൊക്കെ കൊടുക്കാൻ പറ്റും? അമ്മയുടെ ശിരസ് മുതല് കാല് വരെ ഇരിക്കുന്ന 24 ആഭരണങ്ങൾ നമ്മൾ കൊടുക്കാൻ പോവാണ്. അപ്പൊ അതുകൊണ്ട് എന്താ, നമുക്ക് നല്ല ഭാവന വേണം. നന്നായിട്ട് ഇതായിരിക്കും എൻ്റെ അമ്മ, ഇതെല്ലാം ഇട്ട് കഴിയുമ്പോൾ എൻ്റെ അമ്മ എത്ര സുന്ദരിയായിട്ടിരിക്കും, ഇതിന്റെയൊക്കെ പുറകിൽ എന്തായിരിക്കും, എനിക്ക് അമ്മയോട് ഓരോ ആഭരണം കൊടുക്കുമ്പോഴും എനിക്ക് അമ്മയോട് എത്രത്തോളം അടുക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാല് പഞ്ചദശാക്ഷരി മന്ത്രത്തിന്റെ 3ാമത്തെ കൂടമാണ് ഈ ഭൂഷണ മണ്ഡപ പ്രവേശം എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ? അമ്മയെ അറിയാൻ തുടങ്ങുന്നു, എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങുന്നു. ആ എക്സ്പീരിയൻസ് കണ്ടിന്യൂസ് ആയിട്ടിരിക്കുക. കണ്ടിന്യൂവൽ എക്സ്പീരിയൻസ് ഓഫ്, ഇല്ലെങ്കിൽ കണ്ടിന്യൂവൽ എക്സ്പീരിയൻസ് ഓഫ് നോളജ്, അറിവ്. ഈ അറിവ് അമ്മ നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അമ്മ എൻ്റെ കൂടെയാണ്. ഈ പഞ്ചദശി കൂടങ്ങളെല്ലാം എൻ്റെ ശരീരമാണ്. അമ്മയുടെ പല മണ്ഡലങ്ങളാണ്, പഞ്ചകോശാന്തര സ്ഥിതിയാണ് അമ്മ. എന്തൊക്കെ അറിവുകളാണ് നമുക്ക് ഇതിനകത്ത് പ്രവേശിച്ചപ്പോ പുതിയതായിട്ട് കിട്ടിയത്? ഇതുവരെ നമ്മൾ പുറമെയാണ് ദേവിയെ കണ്ടിരുന്നത് അല്ലെ. അപ്പൊ ഈ അറിവുകൾ ഓരോന്നും എന്താണ്? നമ്മുടെ ആഭരണങ്ങളാണ്. ഒരു സാധകന്റെ ആഭരണങ്ങളാണ് അവന്റെ അറിവുകൾ എന്ന് പറയുന്നത്. അപ്പോ അവന്റെ ആ ഓരോ അറിവുകളും വെട്ടിത്തിളങ്ങിക്കൊണ്ട് അതിമനോഹരമായിട്ട് നമ്മുടെ ആത്മാവിന്റെ അടുത്തേക്കുള്ള യാത്രയാണ് നമുക്ക് സാധിച്ചു തരാൻ പോകുന്നത്. ശരിക്കും ഓരോന്നും ശരിക്കും ആ ഒരു ഡാസ്ലിംഗ് ബ്യൂട്ടി എന്നൊക്കെ പറയില്ലേ, ഭയങ്കര എന്തൊരു ഭംഗിയാണ് അമ്മയെ കാണാൻ ഈ ആഭരണങ്ങൾ ധരിച്ച അമ്മ. അപ്പൊ ആഭരണങ്ങളൊക്കെ മാറ്റി വെച്ചു. നമ്മളിപ്പോ എന്താ കൊടുക്കാൻ പോകുന്നത്? ആഭരണം കൊടുക്കാൻ പോവാണ്. അത് എത്ര പ്രഷ്യസ് ആണ്. എൻ്റെ ആത്മാവ്, എൻ്റെ അമ്മ, ഈ ഭഗവതി, എൻ്റെ ആത്മശക്തി, എൻ്റെ ഉള്ളിലിരിക്കുന്ന ശിവം എത്ര എന്താ പറയാ എനിക്ക് വിലപ്പെട്ടതാണ് എന്ന് അറിയാൻ പോവുകയാണ് നമ്മൾ ഓരോരുത്തരും. കാരണം അതിന് എന്ത് വേണം? അതിന് നമ്മൾ അമ്മയുമായിട്ട് അടുക്കണം, ഉപചാരങ്ങൾ കൊടുക്കണം, ആ ഒരു അമ്മയെ അറിയാം എന്നുള്ള ഒരു പൂർണ്ണ നിശ്ചയം എടുക്കണം. അതിനെയാണ് നമ്മൾ ഭൂഷണ മണ്ഡപ പ്രവേശനം എന്ന് പറയുന്നത്. അമ്മയ്ക്ക് അലങ്കാരങ്ങൾ കൊടുക്കാൻ, ആഭരണങ്ങൾ കൊടുക്കാൻ, അമ്മയെ അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ള ചടങ്ങാണ് നമ്മൾ അടുത്തത് ചെയ്യുന്നത്. 18ാമത്തെ ആ ഒരു 17ാമത്തെ ഉപചാരമാണ് ഭൂഷണ മണ്ഡപ പ്രവേശം. ഓരോന്നിലും രണ്ടാമത് വീണ്ടും പറയുന്നു ഭൂഷണ മണ്ഡപ മണിപീഠോപവേശനം. എന്താ ഇത് വീണ്ടും വീണ്ടും പറയുന്നത്? നമ്മുടെ ഹൃദയമാകുന്ന മണിപീഠത്തില്, മണിദ്വീപത്തിൽ അമ്മയെ ഇരുത്തണം. അതാണ് 18ാമത്തെ ഉപചാരം. അവിടെ രത്നപീഠത്തിൽ ഇരുത്തണം. എന്താ രത്നം? ഏറ്റവും സാധാരണ മുത്തുക്കള് 50 രത്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ രത്നമാണ് നമ്മുടെ ഡയമണ്ട് എന്ന് പറയുന്നു. അപ്പം നമ്മുടെ മണിപീഠം, ചിന്താമണി ഗൃഹം എന്താണ്? മനസ്സാണ് അല്ലെ. നമ്മുടെ ആത്മാവിരിക്കുന്ന ആ മനസ്സിലേക്ക് ആ മണിപീഠത്തിൽ ഇരുത്തണം. പിന്നെ ഒരിക്കലും അമ്മ അവിടെ നിന്ന് ഇറങ്ങാൻ പറയരുത്.
കാരണം അവിടെ വീണ്ടും വീണ്ടും അവിടെ സ്ട്രെസ് ചെയ്യാൻ ഓരോന്ന് കുളിക്കാൻ കയറിയപ്പോഴും അവിടെ മണിപീഠത്തിലിരുത്തി അല്ലേ? നമുക്ക് ലേപന മണ്ഡപം അവിടെയും മണിപീഠത്തിലിരുത്തി. ഇപ്പൊ മൂന്നാമത് വീണ്ടും മണിപീഠത്തെ പറയാണ്. കാരണം എന്താണ്? മണിപീഠം എന്ന് പറയുന്നത് സാധകന്റെ മനസ്സാണ്. അവിടെയാണ് ദേവിയെ ഇരുത്താൻ പോകുന്നത്. ഇതും ദേവി പറയണമെങ്കിൽ ഇനി അടുത്ത ഇത്രയും സ്ട്രെസ് ചെയ്ത്, അതായത് രണ്ടാമത് ദേവിയെ ഇരുത്തി കഴിയുമ്പോൾ എന്താണ് അതിന്റെ കാരണം? 3 കൂടങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു. പഞ്ചദശിയുടെ വാഗ്ഭവകൂടം, കാമരാജകൂടം, ആ ഒരു ശക്തികൂടം അല്ലെ? ഇനി നമ്മൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പോവുകയാണ്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് എവിടെയാണ്? ഉള്ളിലാണ്, ആന്തരികമായിട്ടാണ് എക്സ്പീരിയൻസ്. കാരണം നമ്മൾ വിജ്ഞാനമാവണമെങ്കിൽ അനുഭവം ഉണ്ടാകണം. അപ്പൊ ഈ ദേവിയെ ഇനിയിപ്പോ നമ്മള് പീഠോപവേശം എന്ന് പറഞ്ഞാൽ നമുക്കുള്ളില് നമുക്ക് ദേവിയുടെ അനുഭവം ഉണ്ടാവണം. അപ്പൊ ഇതിനെന്താ വേണ്ടത്? ശരിക്കും ഇതിന്റെ ആ ഒരു താത്വികമായിട്ടുള്ള അർത്ഥം പറയുകയാണെങ്കിൽ പഞ്ചമകാരങ്ങൾ കൊണ്ട് ദേവിയെ എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം ഇതിനകത്ത് ഇതിന്റെ സട്ടിൽ ബോഡി, കാരണം നമ്മുടെ ആ സൂക്ഷ്മ ശരീരത്തെ ബാധിക്കുന്നതാണ് ഇനിയുള്ളതെല്ലാം തന്നെ. കാരണം എന്താ? ഒരു ഇൻട്രോസ്പെക്ഷനിലൂടെ നമ്മളെ വിലയിരുത്തിക്കൊണ്ട് നമ്മൾ അകത്തേക്കുള്ള യാത്ര വളരെ സുഗമമായിട്ട് ആരംഭിക്കേണ്ട സമയമാണ്. ഒരു സാധകനെ സംബന്ധിച്ച് 6 വർഷത്തെ ഉപാസനയ്ക്ക് ശേഷം ഇത് തുടങ്ങണം എന്നാണ്. കാരണം പിന്നെ പുറത്തുള്ള പൂജകളൊക്കെ അപ്പോഴത്തേക്ക് കഴിഞ്ഞിരിക്കണം. പിന്നെ എന്താണ്? ആന്തരികമായിരിക്കുന്ന യാത്രയാണ്. അപ്പൊ എന്താണ് പഞ്ചമകാരങ്ങൾ എന്ന് വളരെ പെട്ടെന്ന് നമുക്കൊന്ന് കണ്ടുവരാം. കാരണം പഞ്ചമകാരത്തിലൂടെ തന്നെയാണ് ഈ പറഞ്ഞ ദേവിയെ പിന്നെ ആ ഇന്റേണൽ എക്സ്പീരിയൻസിന് വേണ്ടി നമ്മൾ അറിയേണ്ടത്. കാരണം ഇതാണ് ശാക്തേയ പന്ഥാവ് എന്ന് പറയുന്നത്. ആ ഒരു ഇന്റേണൽ ആയിട്ടിരിക്കുന്ന നമ്മുടെ സുഷുമ്ന നാഡിയിലൂടെ ഇടാപിങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു ശ്വാസത്തെ മുകളിലേക്ക് കൊണ്ടുവന്ന് ശിവശക്തി സംയോഗത്തിലൂടെ നമുക്ക് കിട്ടുന്ന ആനന്ദം, നശിക്കാത്തതായിട്ടുള്ള ആനന്ദം അല്ലെ? അപ്പൊ ആ ആനന്ദത്തെ നമ്മൾ അറിയാൻ പോവുകയാണ് പഞ്ചമകാരങ്ങളിലൂടെ. നമുക്കറിയാം ശാക്തേയം ഒരു ഉപാസനാ പദ്ധതിയാണ്, ജീവിതചര്യയാണ്. ഒരു ശക്തി ഉപാസകനെ സംബന്ധിച്ച് പഞ്ചയജ്ഞങ്ങള് ഗൃഹസ്ഥാശ്രമികൾക്ക് പറഞ്ഞിരിക്കുന്നത് മോക്ഷമാർഗമായിട്ടാണ്. കാരണം പഞ്ചയജ്ഞങ്ങള് ഗൃഹസ്ഥാശ്രമികൾ ചെയ്തിരിക്കണം. അത് ആ പഞ്ചയജ്ഞങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഭൂതയജ്ഞം, നരയജ്ഞം, അതിഥികൾ വരുമ്പോൾ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോ ഇതെന്താണ്? ഇതിലൂടെ മാത്രമേ ഗൃഹസ്ഥാശ്രമികൾക്ക് മോക്ഷം കിട്ടുള്ളൂ അല്ലെ? സനാതന ധർമ്മത്തില് ഋഷിമുനിമാര് നമുക്ക് തന്നിട്ടുള്ള പുരുഷാർത്ഥങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ്? ബാല്യത്തിൽ വിദ്യ അഭ്യസിക്കണം, കൗമാരം കഴിഞ്ഞ് യൗവനത്തില് ഗൃഹസ്ഥാശ്രമി ആവണം, ധർമ്മത്തിലൂന്നി കാമങ്ങൾ സാധിക്കണം. കാമം എന്നാൽ ആഗ്രഹങ്ങള്, അത് തെറ്റല്ല. അത് അനുഭവിച്ച് മതി വന്നാലേ നമുക്ക് വാനപ്രസ്ഥത്തിൽ പ്രവേശിക്കാൻ സാധ്യാവൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ ഋഷിചര്യ സ്വീകരിച്ച് ശരീരം ത്യജിക്കാൻ നമ്മൾ തയ്യാറാവണം. അത് കഴിഞ്ഞ് ആ ഒരു വാനപ്രസ്ഥത്തിൽ നിന്ന് സന്യാസത്തിലേക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് ഒരു ജീവൻ പോകും. കാരണം പിന്നെ നമുക്ക് ഈ ജീവിതത്തിന്റെ അവസാന കാലം എല്ലാവർക്കും അറിയാം, ഒരു ചെടി വളർന്ന് ഫലം തന്നു കഴിയുമ്പോൾ അത് നശിച്ചു പോകും ഒരു ദിവസം. അതുപോലെ നമ്മളും ആ ഒരു പ്രപഞ്ച കർമ്മത്തെ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സുകൊണ്ട് പാകപ്പെടുത്തുക ചെയ്യുന്നത്. അപ്പോ നമുക്ക് കാമത്തിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ കാമേശ്വരനെയും കാമേശ്വരിയും കാണുന്നത് അല്ലെ? നമുക്കറിയാം നമ്മുടെ ശ്രീവിദ്യാ മന്ത്രത്തിന്റെ ബേസ് എന്ന് പറയുന്നത് ആനന്ദ ഭൈരവി ഋഷി കാമേശ്വര പ്രീത്യർത്ഥേ. ഇവര് രണ്ടുപേരുമാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് കാരണമായിട്ടിരിക്കുന്നത്. അപ്പൊ ഈ 64 കലകള്, സംഗീതം, സാഹിത്യം, നൃത്തം എല്ലാം തന്നെ എന്താ? ശാക്തേയമാണ്. ഇതെല്ലാം ശക്തി ഉപാസനയെ ബേസ് ചെയ്ത് വരുന്നതാണ്. സംഗീത നൃത്ത വാദ്യത്തിന്റെ ആചാര്യൻ ശിവനാണ്. അപ്പൊ ഈ കലകൾ ഇല്ലാത്തവര് പശു തുല്യരാണെന്ന് പറയാറുണ്ട്. കാളിദാസൻ, ശങ്കരാചാര്യ സ്വാമികള്, മുത്തുസ്വാമി ദീക്ഷിതര്, ഇവരെല്ലാരും ദേവി ഉപാസകരായിരുന്നു എന്ന് പറയുന്നുണ്ട്. എല്ലായിടത്തും അത് എന്താ പറയാ, അടിവരയിട്ട് പറയുന്നുണ്ട് അവരുടെ ചരിതങ്ങളിലെല്ലാം. അവര് ദേവിയാണ് ഉപാസിച്ചിരുന്നത്. അപ്പൊ കലകളെല്ലാം തന്നെ കാമത്തിന്റെ ബഹിർസ്ഫുരണമാണ്. കാമം എന്ന് പറഞ്ഞാല് ആഗ്രഹങ്ങള്. ആഗ്രഹങ്ങൾ എന്തിനെല്ലാം ആകാം? നല്ലൊരു ചിത്രം വരയ്ക്കാം, നല്ലൊരു നൃത്തം ചെയ്യാം അല്ലെ? എന്തിനെല്ലാം നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകാം. അപ്പോ ഈ കലകൾ എന്ന് പറയുന്നത് കാമത്തിന്റെ, നമ്മുടെ ആഗ്രഹങ്ങളുടെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന വാസനകൾക്കനുസരിച്ച് ഒരു ചിത്രകാരന് ചിത്രം വരയ്ക്കാനായിരിക്കും. പാട്ട് പാടുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ കൊച്ചിലേ പാട്ട് പാടാൻ തുടങ്ങുമ്പോൾ എന്താ ഇത്? നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണോ? അല്ല, അവർ പ്രകൃതിയിലൂടെ കൊണ്ടുവരുന്നതാണ്. അപ്പോ ഈ പറഞ്ഞ നൃത്തകല എല്ലാം തന്നെ, ഈ മുദ്രകള് എല്ലാം എന്താണ്? നമ്മുടെ ഉള്ളിലിരിക്കുന്ന കാമത്തിന്റെ ബഹിർസ്ഫുരണമാണ്. നൃത്തത്തിലെ ആ ഒരു മുദ്രകൾ എന്ന് പറയുന്നത് മുദം രാവീതി മുദ്ര. ശരിക്കും പറഞ്ഞാൽ ഈ മുദ്ര എന്ന് പറഞ്ഞാല് മുദം രാവീതി പാപം ക്ഷയതി ഇതി മുദ്ര. ദശമുദ്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മയ്ക്ക് കാണിക്കുന്ന 10 മുദ്ര എന്താണ്? നമ്മുടെ പാപത്തെ ക്ഷയിപ്പിക്കുന്ന, നമുക്ക് സന്തോഷത്തെ തരുന്നു.
എല്ലാം തന്ത്രശാസ്ത്രത്തിന്റെ സംഭാവനയാണ്. അപ്പൊ ഈ ശക്തി ഉപാസന എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ജീവിതചര്യയാണ് എന്ന് മനസ്സിലാക്കിക്കോണം. അപ്പൊ ശക്തി അല്ലെങ്കിൽ പരാശക്തി എന്ന് പറയുന്ന എന്താണ്? എല്ലാത്തിനും ജീവിതത്തില് എന്ത് കർമ്മത്തിനും ശക്തി വേണം അല്ലെ? ശിവൻ പോലും ശക്തനാകുന്നത് എന്തുകൊണ്ടാണ്? ശക്തി ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഇല്ലെങ്കിൽ ശിവൻ ശവമായിട്ട് കിടക്കും അല്ലെ? ആ ഒരു കുണ്ടലിനി ഇല്ലെങ്കിൽ ശിവൻ ശവമാണ്. അപ്പൊ ഈ കുണ്ടലിനി അല്ലെങ്കിൽ നമ്മുടെ പ്രാണശക്തി വിരാട് രൂപത്തിലിരിക്കുന്ന പ്രപഞ്ചത്തിലും വെഷ്ടി രൂപത്തിലിരിക്കുന്ന മനുഷ്യ ശരീരത്തിലും ഒരുപോലെ ഉണ്ട്. പ്രകൃതിയിലും നമ്മളിലും ഈ കുണ്ടലിനി ശക്തിയുണ്ട്. ഈ എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളിലും ഉണ്ട്. അത് തിരിച്ചറിയാൻ മനുഷ്യന് മാത്രമേ സാധ്യമാവുള്ളൂ. കാരണം അവന് മാത്രമേ ചിന്തിക്കാനുള്ള കഴിവുള്ളൂ. ഇതിനെ തിരിച്ചറിയുന്നതാണ് ശാക്തേയം എന്ന് പറയുന്ന ഉപാസന. അല്ലാതെ ഇതിനകത്ത് മന്ത്രവാദമോ വേറെ ഒരു രീതി, ഇതിനെ ഒരുപാട് ആളുകള് അവനവന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിട്ട് തെറ്റിദ്ധരിപ്പിച്ചുണ്ടാക്കി. അതാണ് ഈ പൂജ, മറ്റേ പൂജ, ഒരാളെ നശിപ്പിക്കാന്, ഒരാൾക്ക് വേറെ എന്തൊക്കെയോ ഉണ്ടാക്കാന് ഒന്നുമല്ല. എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ഈ പരമമായിരിക്കുന്ന ശക്തിയെ തിരിച്ചറിയലാണ് ശാക്തേയം. അപ്പൊ നാം എങ്ങനെ ജനിച്ചു? ഇല്ലെങ്കിൽ നമ്മുടെ പൂർവ്വജന്മങ്ങളുടെ കർമ്മവാസനയാണെങ്കിൽ ഈ ജന്മത്തിന്റെ ലക്ഷ്യം എന്താണ്? ഈ ജന്മം നമുക്ക് ഭക്ഷണം കഴിച്ച് വെറും ഒരു പാർപ്പിടവും മൈഥുനവും മാത്രമാണോ നമ്മുടെ ലക്ഷ്യം? അല്ലെ? മനുഷ്യന്റെ ആ ഒരു ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യം എന്താണ്? നമ്മൾ അതറിയലാണ് ഇത് ഈ ഒരു ശാക്തേയത്തിലൂടെ ചെയ്യുന്നത്. എന്താണ് മനുഷ്യന്റെ ആത്യന്തികമായിരിക്കുന്ന ആനന്ദം? നമുക്കറിയാം. ലക്ഷ്യം ആനന്ദമാണ് അല്ലെ? അപ്പോ ആനന്ദത്തെ അന്വേഷിച്ചാണ് എല്ലാവരും. സുഖം വേണം, ആ ഒരു നശിക്കാത്ത അനന്തമായിരിക്കുന്ന എപ്പോഴും ആ സുഖത്തിൽ നമുക്ക് ഇരിക്കണം. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താണ്? ആനന്ദമാണ്. അനന്തം അജ്ഞാനം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന വേഗം. അപ്പോ നമുക്ക് എന്താണ് ആ ചിന്ത? നമ്മൾ വരുമ്പോ എന്താണ്? നമുക്ക് ഈ ആനന്ദത്തെ അന്വേഷിച്ചാണ് എല്ലാ മനുഷ്യരും നടക്കുന്നത്. അപ്പോ നമ്മുടെ ചിന്ത എപ്പോഴാണോ നമ്മുടെ ഉള്ളിലേക്ക് തിരിയണത്, അപ്പൊ നമുക്ക് മനസ്സിലാവണു ആനന്ദം ബ്രഹ്മണോ രൂപേ തച്ഛദേഹേ വ്യവസ്ഥിതം. ഈ ആനന്ദം വേറെ ഒരിടത്തും അല്ല ഇരിക്കുന്നത്, അവനവന്റെ ശരീരത്തിനുള്ളിലാണ് ഇരിക്കണം എന്നുള്ള തിരിച്ചറിവ്. അപ്പൊ ആനന്ദമാണ് പരബ്രഹ്മ സ്വരൂപം. ശരീരത്തിലെ ആനന്ദത്തെ എങ്ങനെ നമ്മൾ തിരിച്ചറിയും? പരശുരാമ കൽപ്പസൂത്രം പറയണു, പഞ്ചമകാരങ്ങളിലൂടെ അറിയണം. ഒരു തലത്തില് അവൻ ഓരോ സാധകനും അവന്റെ തലം കഴിഞ്ഞ് മുകളിലോട്ട് കയറണം. അവിടെ ശാക്തേയ പൂജ എന്നാല് ദശമഹാവിദ്യകളുടെ ഉപാസനയാണ്. ഈ ഉപാസന എന്നാല് ആത്മസമർപ്പണം എന്നാണ് അർത്ഥം. ഇത് ഈ കണ്ടതെല്ലാം നമ്മൾ അങ്ങനെയാണ് അല്ലെ? എല്ലായിടത്തും ആത്മസമർപ്പണത്തിലാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ആത്മാവ് അവനവന്റെ ആത്മാവിനെ സമർപ്പിക്കുക. അപ്പോ അല്ലാതെ എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിനുള്ള പൂജകളല്ല ഇതിലൊന്നും പറയുന്നത്. കാരണം ശ്രീവിദ്യ കാര്യസാധ്യ പൂജയല്ല. ആത്മാവിനെ അന്വേഷിച്ചുള്ള യാത്രയില് ദേവി തന്നെ നമ്മുടെ തടസ്സങ്ങളെ മാറ്റിത്തരും. ഭൗതികമായിട്ട് അമ്മയ്ക്ക്, കാരണം ഭൗതികമായിട്ടിരിക്കുന്നതും ദേവിയാണെന്ന് തിരിച്ചറിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ തടസ്സങ്ങൾ മാറുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ദേവിക്ക് ദേവതമാരുണ്ട്. ദേവി അനേക കോടി ആളുകളെ ജോലിക്കായിട്ട് താഴെ വെച്ചിട്ടുണ്ട് അല്ലെ? അവരുടെ പേരാണ് ചതുഷ്ഷഷ്ടി കോടി യോഗിനികള്. അപ്പൊ അമ്മയുടെ യാത്രയിൽ എന്തെങ്കിലും ഒരു ഉപാസകൻ അല്ലെങ്കിൽ തന്റെ മകൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നുകൊണ്ട് അമ്മ പറയേണ്ട ആവശ്യമില്ല. അവര് വന്ന് നമ്മുടെ ഭൗതികമായിരിക്കുന്ന എല്ലാ തടസ്സത്തെയും മാറ്റി ആ സാധകന്റെ ദുഃഖത്തെ ഇല്ലാതാക്കി അവനെ ആ വഴിയിലേക്ക് മുമ്പിലേക്ക് കൊണ്ടുപോകും, ഉറപ്പാണ്. അപ്പൊ ഇത് കാര്യസാധ്യ പൂജ. നമ്മൾ ദേവിയെ മാത്രം ഉപാസിച്ചാൽ മതി, ബാക്കിയൊക്കെ വന്നു ചേർന്നുകൊള്ളും. അത് നമ്മൾ അറിയണം. നമ്മൾ ദേവിയെ വിട്ടിട്ട് നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കണം അല്ലെ? അങ്ങനെ ചെയ്യാൻ പാടില്ല ശ്രീവിദ്യ ഉപാസനയില്. ഈ കാശ്മീരിൽ നിന്ന് അഭിനവ ഗുപ്തപാദർ, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് ശരിക്കും പറഞ്ഞാല് ഒരുപാട് സ്ഥലത്ത്, അതായത് കണ്ണൂർ ഭാഗങ്ങളിലെ മാടായിക്കാവ്, വളയനാട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഈ ശാക്തേയ ഉപാസന ആരംഭിച്ചു എന്നാണ്. അങ്ങനെയാണ് ഈ കാളി, ബാല, ലളിത, ത്രിപുരസുന്ദരി 3 പ്രധാന ശാക്തേയ പൂജാ വിധാനങ്ങള് നിലവിലുള്ളത്. ഇപ്പൊ ബാലാവിധാനം എന്ന് പറഞ്ഞാല് ഒരു ഭണ്ഡാസുര വധത്തിന് വന്ന ലളിതാംബികയുടെ മകളായിരിക്കുന്ന ബാലാ പരമേശ്വരി അല്ലെങ്കിൽ ബാലാ ഭൈരവി എന്നുള്ള രീതിയിലാണ് ബാല ആരാധന ചെയ്യുന്നത്. അപ്പൊ ഭുവനേശ്വരി സംവിധാനമുണ്ട്. അപ്പൊ ഇങ്ങനെ ലളിത, ത്രിപുര സുന്ദരി, സുന്ദരി നമുക്ക് കാളികുലം, സുന്ദരീകുലം എന്ന് പറഞ്ഞ് 2 ശാക്തേയ ശാഖകള് വളരെ ശക്തമായിട്ട് നോർത്ത് ഇന്ത്യയിലും അതെ, സൗത്ത് ഇന്ത്യയിലും അതെ, ഇന്നും ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഭുവനേശ്വരി സംവിധാനം എന്ന് പറഞ്ഞാൽ അത് വേറെ രീതിയാണ്. അപ്പൊ ഈ പഞ്ചമകാരങ്ങൾ എന്ന് പറയുന്ന ദേവി ഉപാസനയില് ആന്തരികമായിട്ട് നമ്മൾ അനുഭവിക്കേണ്ട ആ ഒരു ആനന്ദത്തെ എങ്ങനെ നേടാം എന്ന് പറയുന്നതാണ് പഞ്ചമകാരങ്ങൾ. എന്താണ് പഞ്ചമകാരങ്ങള്? മദ്യം, മാംസം, മത്സ്യം, മുദ്ര, മൈഥുനം.
അപ്പൊ ഇത് എന്താണെന്ന് കുളാർണവ തന്ത്രത്തില് വളരെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. മദ്യം എന്താണ്? ഇന്ന് പല കാളി ക്ഷേത്രങ്ങളിലും മദ്യം പൂജിക്കുന്നുണ്ട്. ഇപ്പം എന്താ പറയാ, ബംഗാളിലൊക്കെ എന്താ പറയാ മീനിനെ പ്രസാദമായിട്ട് വെക്കുന്നുണ്ട്. അതൊക്കെ ഓരോ എന്താ പറയാ സംസ്കാരത്തിനനുസരിച്ചാണ് അവർ കൊടുക്കുന്നത്. പക്ഷെ പഞ്ചമകാരങ്ങള് നമ്മൾ ഈ പറയുന്ന മദ്യം മാംസമൊന്നും നമ്മള് ബാഹ്യമായിട്ട് കാണുന്ന അർത്ഥമേ അല്ല. വളരെ അതുകൊണ്ടാണ് ഇത് ആന്തരിക ഉപാസനയാണെന്ന് പറയാൻ പറഞ്ഞത്. ആ തലത്തിൽ എത്തിയ ഒരു ഉപാസകന് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അപ്പൊ മദ്യം എന്ന് പറഞ്ഞാല് ഒരു യോഗിയുടെ ഹൃദയ അന്തരാളത്തിൽ ഉണ്ടാകുന്ന അമൃത പ്ലാവനം, അതിനെയാണ് മദ്യം. എങ്ങനെയാണ് ഈ അമൃത പ്ലാവനം ഉണ്ടാകുന്നത്? നമ്മുടെ ഈ പറഞ്ഞ പോലെ ശ്വാസത്തെ നിയന്ത്രിച്ചുകൊണ്ട് പിംഗള നാഡിയിലൂടെ ഒഴുകുന്ന ശ്വാസം നമ്മുടെ സുഷുമ്നയിലൂടെ സഞ്ചരിച്ച് സുഷുമ്ന നാഡി എന്ന് പറയുന്ന ഹൃദയത്തിൽ നിന്ന് നമ്മുടെ തലച്ചോറിലേക്ക് പോകുന്ന ഏകമായിരിക്കുന്ന ഒരു നാഡിയേ ഉള്ളൂ. അതിലൂടെ സഞ്ചരിച്ച് ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്ന ചെറിയ ഒരു പാസേജ് നമ്മുടെ ആ ഒരു ഭ്രൂമധ്യത്തിൽ നിന്ന് നമ്മുടെ തലച്ചോറിലേക്ക് പോകുന്ന ആ ഒരു ചെറിയ നാളിയിലൂടെ സഞ്ചരിച്ച് ആ ഒരു സഹസ്രാര പത്മത്തിലിരിക്കുന്ന സദാശിവരുമായിട്ട് മേളിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നമ്മുടെ ആനന്ദം, അതാണ് അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ബ്രഹ്മശക്തി നമ്മുടെ ദേഹത്താണ് ഇരിക്കുന്നതെന്ന് പറയാൻ കാരണം. അതുകൊണ്ടാണ് ഈ എന്താ ആനന്ദം ബ്രഹ്മണോ രൂപേ തച്ഛദേഹേ വ്യവസ്ഥിതം. ഈ ആനന്ദത്തെ അറിയണമെങ്കിൽ ഇത് രണ്ടും ഈ പറയുന്ന ശിവശക്തി സംയോജനം നടത്തണം. കാരണം നമ്മുടെ ശരീരത്തില് രണ്ടായിട്ട്, മുകളില് ഏറ്റവും ആകാശത്തിന്റെ മുകളില് ശിവനും താഴെ ദേവിയും. ഇവരെ രണ്ടുപേരെയും തമ്മിൽ ചേർക്കണം അല്ലെ. നമ്മൾ ആകാശത്തിരുന്നവരാണ്, നമ്മൾ ഇന്ന് ഭൂമിയിലാണ് നിൽക്കുന്നത്. ഈ ഭൂമിയിൽ നിന്ന് തിരിച്ച് ആകാശ തത്വത്തിലേക്ക് പോകണം, ഉയരണം അല്ലെ. അതിനുവേണ്ടി നമ്മുടെ ഷഡാധാരങ്ങളെ പിന്നിട്ടുകൊണ്ട് ശിവശക്തി സംയോഗം അവിടെ നടക്കണം. അപ്പൊ ഈ അമൃതം, അതായത് നമുക്കുണ്ടാകുന്ന അനുഭവത്തെയാണ് മദ്യം എന്ന് പറയുന്നത്. മാംസം എന്ന് പറഞ്ഞാല് പുണ്യ പാപങ്ങളാകുന്ന പശുവിനെ, അതായത് അറിവില്ലായ്മ. പശു എന്ന് പറഞ്ഞാല് വിവേചന ബുദ്ധി ഇല്ലാത്തതെന്നേ അർത്ഥമുള്ളൂ. നമ്മൾ പുണ്യം പാപം എന്നൊക്കെ കുറെ കാര്യങ്ങൾ വെക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ഒറ്റ കാര്യമേ ഇതിനകത്ത് പറയുന്നുള്ളൂ, ദേവിയോട് എപ്പോ അടുക്കുന്നു അത് പുണ്യവും, ദേവിയോട് അകലുന്നത് പാപവും. അപ്പൊ ഈ പുണ്യ പാപങ്ങളാകുന്ന പശുവിനെ ജ്ഞാനമായിരിക്കുന്ന ഖഡ്ഗം കൊണ്ട് ഛേദിക്കുക. ഇല്ലെങ്കിൽ എന്താ പറയാ, ആ മാംസത്തെ വേണമെങ്കിൽ ഭക്ഷിക്കാം. ഒരു സാധകനെ സംബന്ധിച്ച് എന്താണത്, നമുക്ക് ഒരുപാട് ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇത് പുണ്യമാണ്, അത് പാപമാണ്. നമുക്ക് ഒന്നേ ഉള്ളൂ പുണ്യവും പാപവും. നമുക്ക് ദേവി മാത്രമേ ഉള്ളൂ ഇവിടെ. ഈ കാണുന്നതെല്ലാം തന്നെ ദേവിയാണ്. ഒരു ഉറുമ്പ് മുതൽ ശിവപര്യങ്കം വരെയുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്ന ആരാണ്? അമ്മയുടെ മക്കളാണ്. അപ്പൊ പുണ്യപാപം എന്താ? ഈ എല്ലാത്തിന്റെയും ഉള്ളിലിരിക്കുന്ന ഈശ്വരിയെ അറിയാത്തത്. അപ്പൊ ഈ പുണ്യ പാപങ്ങളാകുന്ന ആ ഒരു അജ്ഞാനത്തിന്റെ അവിദ്യയെ നമുക്ക് എങ്ങനെ ഛേദിക്കാൻ പറ്റും? ജ്ഞാനമാകുന്ന ഖഡ്ഗം കൊണ്ട്. ദേവിയുടെ നന്ദകം എന്ന് പറയുന്ന വാള്, അതിനെയാണ് ജ്ഞാന ഖഡ്ഗം എന്ന് പറയുന്നത്. ആ ഖഡ്ഗത്തിൽ ഒരു കണ്ണ് കണ്ടിട്ടുണ്ട് അല്ലെ. സാധാരണ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം, ആ വാളിൽ ഒരു കണ്ണുണ്ട്. അതിനെയാണ് ജ്ഞാനക്കണ്ണെന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ മൂന്നാമത്തെ ത്രിനേത്രം എന്ന് പറയുന്നത്. ത്രിനേത്രം പരമം പവിത്രം. ആ ജ്ഞാനക്കണ്ണ് തുറക്കുമ്പോൾ നമുക്ക് ഈ മാംസചക്ഷുസ്സുകളായിട്ട് കാണുന്ന കാര്യങ്ങളൊന്നുമല്ല പിന്നെ കാണാൻ പറ്റുന്നത്, എല്ലാം ഉള്ളിലാണ്. എല്ലാവരുടെയും ഉള്ളിൽ, ഈ സചേതനങ്ങളും അചേതനങ്ങളുമായിരിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും ഉള്ളിലിരിക്കുന്ന ഈശ്വരിയെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് എന്താ, അപ്പൊ ഈ ശരീരബോധത്തെ നമുക്ക് ജ്ഞാനം കൊണ്ട് ഛേദിക്കാൻ പറ്റും. അപ്പൊ ഒരു സാധകൻ 7 ഉല്ലാസങ്ങളാണ് തന്ത്രശാസ്ത്രം പറയുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, ഫസ്റ്റ് തുടങ്ങുന്നത് ആരംഭം. എന്താണ്? മന്ത്രസാധനയിലേക്ക് പ്രവേശിക്കുന്നു. മന്ത്രം മനസ്സിന്റെയാണ്, മനസ്സുള്ളിലാണ്. അത് പുറമേ ഇറക്കി നമ്മൾ സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മനസ്സിനെ നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുവരണം. മനസ്സിനെ ചുമ്മാ ഇങ്ങനെ അഴിച്ചു വിടരുത് കുതിരയെ പോലെ. അതിനെ നിയന്ത്രിക്കണം. അതിനെ നിയന്ത്രിക്കാൻ ഒരു ചെറിയ ഭാരം അതിന് കൊടുക്കണം. അത് വെളിയിലോട്ട് ഓടിപ്പോവാതിരിക്കാൻ എന്താ നമ്മൾ കൊടുക്കുക? മന്ത്രം. ഒരു ദേവതയെ കൊടുക്കുകയാണ്. ആ മന്ത്രത്തെ നമ്മൾ ഉപദേശമായിട്ട് സ്വീകരിച്ച് ജപിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? മനസ്സുള്ളിലോട്ട് വരും. 2, ആരംഭം. രണ്ടാമത്തെ അവസ്ഥ തരുണം. ഇതിന് ഉല്ലാസങ്ങൾ എന്നാ പറയുന്നത്. ഇത് ഓരോ അവസ്ഥയാണ് സാധകന്റെ. അപ്പൊ തരുണം രണ്ടാമത്തത്. തരുണം എന്ന് പറഞ്ഞാൽ പൂജാവിധാനങ്ങൾ പഠിക്കുന്നു. നമ്മളൊരു യന്ത്രപൂജ ചെയ്യുന്നു, തർപ്പണം ചെയ്യുന്നു, നമുക്കൊന്നും അറിഞ്ഞൂടാത്ത നമ്മള് അഷ്ടദിക്പാലകരെ പഠിക്കുന്നു. കിഴക്ക്, തെക്ക്, വടക്ക്, പടിഞ്ഞാറ് അല്ലെ. ഇന്ദ്രൻ എവിടെ ഇരിക്കണു, അഗ്നി എവിടെ ഇരിക്കണു, നിര്യതികോണ, നമുക്ക് ചുറ്റും 8 ദിക്കുകൾ ഉണ്ടെന്നും ആ അഷ്ടദിക്പാലകരെ എങ്ങനെ നമ്മൾ പൂജിക്കണമെന്നും നമ്മുടെ ശരീരം എന്താണെന്നും എല്ലാം നമ്മൾ എന്താ രണ്ടാമത്തെ തലത്തില് തരുണത്തില് പൂജാവിധാനങ്ങൾ എന്താണ്, പഞ്ച ഉപചാരങ്ങള്, ഷോഡശ ഉപചാരങ്ങൾ എന്നൊക്കെ നമ്മൾ പഠിക്കുന്നു രണ്ടാമത്തെ തലത്തില്. മൂന്നാമത്തെ തലം തരുണത്തിൽ നിന്ന് യൗവനം. പൂജയിൽ പങ്കെടുക്കും.
ഓരോ പൂജകള് ശാക്തേയ ഉപാസകർ ചെയ്യുന്ന ഒരുമിച്ച് ചെയ്യുന്ന പൂജകളിലെല്ലാം പങ്കെടുത്ത് കൂടുതൽ നമ്മൾ അതില് എന്താ പറയാ ആ ഒരു പ്രാഗൽഭ്യം നേടുക. നാലാമത്തെ അവസ്ഥ പ്രൗഢം വരെ ഉയർന്നവർക്ക് മാത്രമേ എന്താ പറയാ ഈ ഒരു തലത്തില് ശ്രീവിദ്യ ഉപാസകൻ എന്ന് പറയുമ്പോൾ പ്രൗഢം എത്തുമ്പോഴത്തേക്കും നമുക്ക് പൂർണ്ണ ദീക്ഷയ്ക്ക് നമ്മള് എന്താ പറയാ ആ ഒരു തലത്തിൽ നമ്മുടെ ഗുരു പരമ്പര നമുക്ക് പൂർണ്ണ ദീക്ഷ തന്നവരെ അടുത്ത തലത്തിലേക്ക് കടത്തിവിടും. നാലാമത്തെ പ്രൗഢത്തിൽ എന്താ നമ്മൾ എന്താണെന്ന് മനസ്സിലായി, പൂജകളൊക്കെ ചെയ്തു, ബാഹ്യമായിരിക്കുന്ന പൂജാ കർമ്മങ്ങള് എല്ലാം പൂർത്തിയാക്കി, യന്ത്രപൂജകള്, പുരസ്ചരണങ്ങള്, ഹോമം എല്ലാം കഴിഞ്ഞിട്ട് എന്താണ് ആ ഒരു നമുക്ക് മന്ത്രത്തെ വേറൊരു ആൾക്ക് പറഞ്ഞു കൊടുക്കുക, അവർക്ക് ഉപദേശിക്കുക. നമ്മൾ ആ തലത്തിൽ എത്തിക്കഴിഞ്ഞ് നമ്മുടെ കൂടെ വരുന്ന നമ്മുടെ എല്ലാവരോടുമുള്ള കരുണയും സ്നേഹവും കൊണ്ട് അവർക്ക് ദേവിയെ കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഏറ്റവും ഉയർന്ന ഉത്തരവാദിത്വത്തിന് നമ്മൾ അർഹരാവുകയാണ്. അതാണ് നമുക്ക് ഗുരുപദം എന്ന് പറയുന്നത്. ഗുരുപാദങ്ങളെ കാണിച്ചു തരിക. എന്താണ് ഗുരുപാദുക? ആ അത് ശിവശക്തി പാദങ്ങളാണെന്ന് തന്റെ കൂടെ വരുന്നവർക്ക് കാണിച്ചു കൊടുത്ത് അവന്റെ ഉള്ളിലെ ഓരോ സാധകന്റെയും ഉള്ളിലെ ശിവശക്തിയെ ഉണർത്തുക. ഇതാണ് പ്രൗഢം എന്ന് പറയുന്ന നാലാമത്തെ തലത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ആ ഒരു തലം കഴിഞ്ഞാൽ പിന്നെയും ഉണ്ട് 3 ഉല്ലാസങ്ങള്. അതിനെ തദന്തം എന്ന് പറയും. ആ തദന്തം എന്ന് പറയുന്നത് അവധൂതൻ, അതാണ് മെഡിറ്റേഷൻ. നമ്മൾ ശിവലിംഗ ഉപാസന എന്ന് പറയുന്നത് അവധൂത ഒരു തലമാണ്. കാരണം അവർക്ക് ഞാൻ തന്നെയാണ് ബ്രഹ്മം, അഹം ബ്രഹ്മാസ്മി തത് ത്വം അസി എന്നുള്ള വാക്യം വിട്ടിട്ട് എന്തായി, നമ്മളെ സത്ത ചിത്ത ആനന്ദം ഇല്ലേ, തത്പദ ലക്ഷ്യാർത്ഥിയാണ് ദേവി. ആ തത്പദത്തെ കാണിച്ചു തന്നു. ആ തത്പദം എന്റെ ഉള്ളിലാണെന്ന് മനസ്സിലാക്കി ആ സത്ത ചിത്ത ആനന്ദം ഉള്ളിൽ അനുഭവിക്കുന്ന തന്റെ ശരീരബോധം വിട്ട ഒരു തലമാണ് തദന്തം എന്ന് പറയുന്നത്. അവരെയാണ് അവധൂതൻ. നമ്മൾ പറയില്ലേ പരിവ്രാജിക, ആ ഒരു ഹംസം, ആ ഒരു ഹംസ, അതായത് രാമകൃഷ്ണ പരമഹംസർ, ഈ ഹംസ പദമൊക്കെ കിട്ടുന്നത് നമ്മുടെ ഈ ഉന്മനി മനോന്മനി ആ തലത്തിൽ എത്തുമ്പോഴാണ് ഹംസപദം കിട്ടുന്നത്. ഇവരെയാണ് നമ്മള് അവധൂതൻ. ഇവര് ബ്രഹ്മം തന്നെയാണ്. കാരണം ബ്രഹ്മ സാക്ഷാത്കാരം കിട്ടിയ യോഗികളാണ് അവര്. പിന്നെ അവരുടെ 6ാമത്തെ തലമാണ് ഉന്മനം. നമുക്ക് ഉന്മനി എന്നുള്ള ദേവിയെ നമ്മൾ കണ്ടു. അതായത് അതായത് ലാസ്റ്റ് നാദം, നാദാന്തം, ഉന്മനി, സമനി 3 തലത്തിൽ ചേർന്നതാണത്. ആ ഉന്മനം എന്ന് പറയുന്ന തലത്തിൽ ദേവിയെ നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കുക. അതും കഴിഞ്ഞിട്ടാണ് അനവസ്ഥ എന്ന് പറയുന്നത്. അനവസ്ഥ എന്ന് പറഞ്ഞാല് സർവാവസ്ഥ വിവർജിത, എല്ലാ അവസ്ഥകളെയും കഴിഞ്ഞു നിൽക്കുന്ന ഒരു തലം. അവർക്ക് പിന്നെ അവര് ഭൂമിയിലേക്ക് വേണമെങ്കിൽ വരാം, അവർക്ക് ഏത് ശരീരം സ്വീകരിക്കാം, അവരുടെ ജന്മങ്ങളെല്ലാം അവർക്ക് തന്നെ നിശ്ചയിക്കാം. ആ തലത്തിലേക്ക് എത്തുന്നതാണ് അനവസ്ഥ. അപ്പൊ ഈ പഞ്ചമകാരങ്ങൾ എന്ന് പറയുന്ന ആ ഒരു തലം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഉള്ളിൽ അനുഭവിക്കേണ്ടതാണ്. അതായത് ഒരു സിദ്ധൻ അല്ലെങ്കിൽ അവധൂതൻ സ്വന്തം ശരീരത്തിനുള്ളിൽ തന്നെ ഇത് അനുഭവിക്കാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ദേവിയെ ഈ നമ്മുടെ ശരീരത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് ഈ ജന്മത്തെ പരിപൂർണമായിട്ട് ഈ ശ്രീവിദ്യ ഉപാസനയില് ആ ഒരു സാക്ഷാത്കാരം എന്ന് പറയുന്ന തലത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പൊ സിദ്ധയോഗിക്ക് വ്യാവഹാരിക സത്വമില്ല, അവർക്ക് വ്യാവഹാരികമായിട്ട് യാതൊന്നും ചെയ്യാനില്ല, ഉപാധി മാർഗങ്ങൾ ഒന്നുമില്ല. കാരണം ഉപാധി അവർക്ക് ശരീരമായിരുന്നു. ആ ശരീരം എന്താണെന്ന് അവർ അറിഞ്ഞു, ശരീരത്തെ അതിക്രമിച്ചു. അറിഞ്ഞാലേ നമുക്ക് അതിക്രമിക്കാൻ പറ്റൂ അല്ലെ. അപ്പൊ ഈ ഉപാധി മാർഗങ്ങൾ ഇല്ലാതെ എപ്പോഴും ആത്മജ്യോതിസില് ആനന്ദിച്ചിരിക്കുന്നതാണ് ഈ പറയുന്നവര്. കാരണം അവരെയാണ്. അതുകൊണ്ട് ദത്താത്രേയ ഭഗവാൻ, നമ്മുടെ ഈ പരമ്പരയിൽ ഇരിക്കുന്ന ദത്താത്രേയ ഭഗവാൻ അവധൂതനാണ്, പരശുരാമൻ അവധൂതനാണ്. അവർക്കൊക്കെ ആത്മജ്യോതി പ്രകാശിപ്പിച്ചവരാണ്. ആ ഉയർന്ന പരമ്പരയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അവർക്ക് പ്രത്യേകിച്ച് ആധ്യാത്മിക സാധനങ്ങൾ ഒന്നും ചെയ്യാനില്ല. അപ്പോ ആ ഒരു ഭൗതിക ജീവിതത്തിൽ അധിഷ്ഠിതമായിട്ട് ഇരുന്നു കൊണ്ട് തന്നെ അവർ വളരെ ഫ്രീ ആയിട്ട് ഈ പ്രപഞ്ചത്തിൽ സഞ്ചരിക്കുന്നത് കാണാം. അങ്ങനെയാണല്ലോ ദത്താത്രേയ ഭഗവാൻ ഇങ്ങനെ സഞ്ചരിച്ചപ്പോൾ 24 ഗുരുക്കന്മാര് പ്രകൃതിയിൽ നിന്ന് കണ്ടെത്തിയത്. ഗുരുഗീതയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താ പറയുക, ഏകാദശ സ്കന്ധത്തിലെ ഭാഗവതത്തിലെ 24 ഗുരുക്കന്മാരെ പ്രകൃതിയിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തി എന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ആധ്യാത്മിക സാധനങ്ങളെല്ലാം എന്തിനാണ്? നമ്മുടെ ശരീരത്തില് ഈ മോക്ഷപ്രദായിനിയായിട്ടിരിക്കുന്ന, അതല്ലെങ്കിൽ ഭോഗമോക്ഷം രണ്ടും കൊടുക്കുന്നതാണ് ലളിതാ ത്രിപുര സുന്ദരി. ഈ ഭോഗമോക്ഷപ്രദായിനിയായിരിക്കുന്ന ദേവിയെ നമുക്ക് അനുഭവിക്കണം. അപ്പൊ നമ്മൾ ദേവിയെ എന്താ പറയുന്നത്? ആ ഒരു ശ്രീ സുന്ദരി സേവന തത്പരാണം ഭോഗശ്ച മോക്ഷശ്ച കരൈസ്തദേവ, രണ്ടും നമുക്ക് കിട്ടും അല്ലേ. അപ്പോ ഈ ദേവിയെ പൂജിക്കുക എന്ന് പറയുന്നത് സാധാരണ ഒരു കാര്യമല്ല, അതൊരു ഉപാസന തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ മദ്യം,
മാംസം എന്താണെന്ന് കണ്ടു, പാൽക്കടൽ കടഞ്ഞ പോലെ സുധാദേവി മദ്യവുമായിട്ട് വന്നു എന്നാണ് പറയുന്നത്. കാരണം പിങ്കളയിലൂടെ സഞ്ചരിക്കുന്ന കുണ്ടലിനി ഉത്ഥാപനമാണ്. അപ്പൊ അമൃതാകുന്ന മദ്യം കുടിക്കുന്നു. അതാണ് പീത്വ പീത്വ പുനഃപീത്വ എന്ന് പറയുന്നത്. നമുക്ക് കുടിച്ചിട്ടും മതിവരാത്ത ഒരു ആനന്ദം നൽകുന്ന തന്റെ സ്വസ്വരൂപ ദർശനം. അവർക്ക് എന്താണ്? പുനർജന്മം ന വിന്ദതി. അവർക്ക് പുനർജന്മമില്ല, പിന്നെ ഈ ശരീരത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല. അപ്പൊ യോഗിക്ക് സാധിക്കുന്നതാണിത്. യോഗി എന്ന് പറഞ്ഞാൽ എന്താ? യോഗം ചെയ്തിരിക്കുന്നത്. ജീവ ബ്രഹ്മ ഐക്യം വന്ന ആളിനെയാണ് നമ്മൾ യോഗി എന്ന് പറഞ്ഞത്. ഇപ്പൊ ശാക്തേയം എന്ന് പറഞ്ഞാല് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല ഇത്. എന്താണ് ഇതിന് അതിന് പ്രത്യേകിച്ച് ജന്മവാസന നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതെല്ലാം അനുകൂലമാകണം. ഇതിനകത്ത് ശരിക്കും ജാതി മതഭേദം, പുരുഷനെന്നോ സ്ത്രീയെന്നോ ജാതിയെന്നോ ഒന്നുമില്ല. പക്ഷേ പരാശക്തിയെ ഉപാസിക്കണമെങ്കിൽ അതിന് പ്രത്യേകമായിട്ടൊരു തലം വേണം. കാരണം ദേവിയിൽ മാത്രം മനസ്സ് ഉറച്ചു നിൽക്കണമെങ്കിൽ ആ ഉപാസന പിന്നെന്താ വേറെ അന്യദേവതകളിലേക്ക് പോവേണ്ട ആവശ്യം വരില്ല. ഈ ഒരൊറ്റ സാധന തന്നെ നമ്മളെ എന്താണ് മോക്ഷപദത്തില് എത്തിച്ചേരും. അപ്പൊ നമുക്ക് മനസ്സിലായി, മദ്യം, മാംസം, മൈഥുനം, മുദ്ര എല്ലാം എന്താണ്? മുദ്ര എന്ന് പറയുന്നത് നമുക്ക് സന്തോഷത്തെ തരുന്നതാണെന്ന് കണ്ടു. മൈഥുനം എന്ന് പറയുന്നത് ജീവബ്രഹ്മ ഐക്യമാണ്. മാംസം എന്ന് പറയുന്നത് നമ്മുടെ ഡൂസ് ആൻഡ് ഡോൺസ്, പുണ്യപാപങ്ങളെ ഇല്ലാതാക്കുന്ന, ശരീരബോധത്തെ ഇല്ലാതാക്കുക. മദ്യം എന്ന് പറയുന്നത് നമ്മുടെ അമൃതത്തെ പാനം ചെയ്യുന്നതാണ്. അപ്പൊ ഇതെല്ലാം പഞ്ചമകാരങ്ങളും എന്താണ്? നമ്മള് ശരീരത്തിന്റെ ഉള്ളില് അനുഭവിക്കേണ്ടതാണ്. ഇത് അനുഭവിച്ച് എന്താണ്? കണ്ടിന്യൂയിങ് എക്സ്പീരിയൻസ്, നമ്മുടെ അനുഭവം എപ്പോഴും നമ്മൾ മരണം വരെ ഈ അനുഭവം നമുക്ക് തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇത് വളരെ സട്ടിലാണ്, സൂക്ഷ്മമാണ് എന്ന് പറയാൻ കാരണം. ഇത് ഇൻട്രോസ്പെക്ഷൻ കൊണ്ട് അവനവൻ ഉള്ളിലേക്ക് എത്രത്തോളം ആഴ്ന്നു പോകുന്നു. രമണ മഹർഷി പറയുന്ന പോലെ ഹൃദയ കുഹര മധ്യേ കേവലം ബ്രഹ്മ മാത്രം, ആ ബ്രഹ്മം മാത്രമായിട്ടിരിക്കുന്ന അവസ്ഥയിലേക്ക്, ആ കുഴിയിലേക്ക് എടുത്ത് ചാടണം. അവിടെ ചിലപ്പോൾ ശ്വാസം മുട്ടിയെന്നിരിക്കും, പക്ഷെ എന്താ? ആ ഒരു ഈശ്വരനെ മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ശരിക്കും ഇൻട്രോസ്പെക്ഷന്. ഞാൻ ആര്, ഞാൻ എവിടെ നിന്ന് വന്നു, ഓരോ ദിവസവും ഉള്ളിലേക്കുള്ള യാത്ര. അപ്പോ നമ്മൾ എന്താണ് ദേവിക്ക് ഇപ്പൊ 18ാമത് ഭൂഷണ മണ്ഡപ പീഠോപവേശനം കൊടുത്തു അല്ലെ? നമ്മള് ഈ പഞ്ചമകാരങ്ങളിലൂടെ ദേവിയെ മനസ്സിന്റെ പീഠത്തില് സ്ഥിരമായിട്ട് ഇരുത്തി ആ ദേവിയുമായിട്ടുള്ള ഐക്യം, ആത്മൈക്യം വന്നു കഴിഞ്ഞു. അവർക്ക് കൈവല്യ പദത്തിലോട്ട് പോയാൽ മതി. ആ ഒരു തലത്തിൽ എത്തുന്നവർക്കാണ് ഇനിയുള്ള ദേവിക്ക് കൊടുക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ്? ആഭരണങ്ങൾ കൊടുക്കാൻ പോവുകയാണ് അല്ലെ? അപ്പോ നമുക്ക് ഒരു ലിസ്റ്റ് ഓഫ് ആഭരണങ്ങൾ, ഓർണമെന്റ്സ് ഉണ്ടല്ലേ? ദേവിയെ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഉപചാരങ്ങളായിട്ട് അർപ്പിക്കാൻ പറ്റുക? ഇനിയുള്ളതെല്ലാം ദേവിയുടെ 24 ആഭരണ സമർപ്പണമാണ് വരാൻ പോകുന്നത്. 25, കാരണം ഇതിനകത്ത് 25 ആഭരണങ്ങൾ എന്ന് പറഞ്ഞതിൽ 4 ആയുധങ്ങളുണ്ട്. കാരണം ദേവിക്ക് അത് കഴിഞ്ഞ് എന്താ പറയാ 2 ജോഡി, അതായത് ഒരു ജോഡി ഒരു ചെരുപ്പുകള്, സ്വർണ്ണ എന്താ പറയാ പാദുകങ്ങൾ ദേവിക്ക് കൊടുക്കണം. അവസാനം നമ്മൾ കൊടുക്കും അത്. അങ്ങനെ 30 ആചാരങ്ങളാണ്. 4 ആയുധങ്ങളും ദേവിക്ക് ചെരുപ്പും കൂടെ ചേർന്ന് 30 ആചാരങ്ങളാണ് ഇനി വരുന്നത്. അതിൽ 24 എണ്ണവും ദേവിയുടെ ആഭരണങ്ങളാണ്. ദേവിയെ എങ്ങനെയാണ് നമുക്ക് എന്താ പറയുക, ഇനി നമ്മുടെ ദേവിയെ മാത്രം ശ്രദ്ധിച്ച് നമുക്ക് ആഭരണങ്ങൾ കൊടുക്കാൻ പോവുകയാണ് അമ്മയ്ക്ക്. കാരണം ദേവിയെ ഡെക്കറേറ്റ് ചെയ്യുക, അമ്മയെ അണിയിച്ചൊരുക്കാൻ പോവുകയാണ് അല്ലെ? ഇത് നമുക്ക് ഈ നമ്മുടെ ഇതിലെ പതഞ്ജലി യോഗസൂത്രത്തിൽ വെക്കുമ്പോൾ 3 എണ്ണം, അവസാനത്തെ 3 തലങ്ങള് എന്താണ്? ഇപ്പൊ യോഗസൂത്രം എന്ന് പറയുന്നത് 8 സൂത്രങ്ങളാണ് പതഞ്ജലി മഹർഷി നമുക്ക് തന്നിരിക്കുന്നത്. ധാരണ, ധ്യാനം, സമാധി അല്ലെ? അത് കഴിഞ്ഞിട്ട് 8 അഷ്ടാംഗ യോഗങ്ങളെ പറയുന്നുണ്ട്. ആ യോഗ സാധനകളില് എങ്ങനെയാണ് നമുക്ക് ജീവന് ബ്രഹ്മവുമായിട്ട് ഐക്യം പ്രാപിക്കാൻ പറ്റും? എങ്ങനെയാണ് ശിവശക്തി സംയോഗം നടക്കുക? എങ്ങനെയാണ് ഞാനെന്ന് പറയുന്ന വ്യക്തിബോധത്തിന് ദേവി എന്ന് പറയുന്ന ആ സമുദ്രത്തിൽ ലയിക്കാൻ സാധിക്കുക? അതിനെയാണ് നമ്മള് ധാരണ എന്ന് പറയുന്നത്. അത് ധരിക്കാൻ പോവുകയാണ് നമ്മള് അല്ലെ? ആഭരണങ്ങളെല്ലാം തന്നെ ധരിക്കപ്പെടേണ്ടതാണ്. ആ ധാരണയിലൂടെ എന്താണ്? ആ ധാരണ എന്ന് പറയുന്നത് എന്താണ്? കൊടുക്കും തോറും ധ്യാനം, അയനം, നമ്മുടെ ബുദ്ധി അവിടെ ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് ആ ഒരു ബുദ്ധിപൂർവം നമ്മുടെ ബുദ്ധിയിൽ കയറേണ്ടതല്ല, ഇത് മനസ്സിലൂടെ പോവേണ്ടതാണ്. അപ്പോൾ ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, നമ്മൾ അതിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ധാരണയിലൂടെ, ധ്യാനത്തിലൂടെ പിന്നുള്ള ഒരു അവസ്ഥ ആര് തരേണ്ടതാണ്? ദേവി നമുക്ക് തരേണ്ടതാണ്. എന്താണ് അവസ്ഥ? സമാധി, സമ ആധി, ഇല്ലെങ്കിൽ സമധി.
സമബുദ്ധി, എല്ലാത്തിലും ഈ പ്രപഞ്ചത്തിൽ ഇരിക്കുന്ന എല്ലാത്തിലും ഈശ്വരനെ കാണുക എന്ന് പറയുന്ന സമബുദ്ധിയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ ധാരണാ ധ്യാനത്തിലൂടെ പഞ്ചദശി മന്ത്രത്തിന്റെ ഈ പറയുന്ന 3 കൂടങ്ങളെയും നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ദേവിക്ക് ഈ ഒരു ഉപചാരങ്ങൾ നമ്മൾ കൊടുക്കാൻ പോവാണ്. ഈ ഉപചാരങ്ങളെല്ലാം തന്നെ എന്താണ്? ആ ദേവി നമ്മുടെ പഞ്ചദശാക്ഷരി മന്ത്രത്തിന്റെ 3ാമത്തെ കൂടമായിട്ട് കാണണം. അതായത് സകല ഹ്രീം. എന്താണ് സകല ഹ്രീമിന് കാരണം? കാരണം കർമ്മ സ്ഥലമാണത്. നമ്മൾ വാഗ്ഭവകൂടവും മധ്യകൂടവും കണ്ടു, കാമരാജകൂടം. ബാക്കിയെല്ലാം എവിടെയാണ്? നമ്മുടെ കാലുകളെല്ലാം തന്നെ കർമ്മങ്ങൾ ചെയ്യാനായിട്ടാണ്, അല്ലെ, സഞ്ചരിക്കുക. അപ്പൊ സകല ഹ്രീം എന്ന് പറയുമ്പോൾ എല്ലാ ഉപചാരങ്ങളും എല്ലാ ദേവിക്ക് കൊടുക്കുന്നത് എല്ലാം തന്നെ എന്താണ്? സമർപ്പണമാണ്. അപ്പൊ കർമ്മങ്ങൾ ചെയ്യുക. നമ്മൾ ഇതുവരെ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ അറിഞ്ഞു, അല്ലെ, അതിന് ഒരു ധാരണയുണ്ടായി നമ്മുടെ ഉള്ളില്. അത് നമ്മൾ എന്ത് ചെയ്തു? ആ ധാരണയിലൂടെ നമ്മൾ ധ്യാനിച്ചു അമ്മയുടെ ശിരസ് മുതൽ പാദം വരെ. ഇനി 3ാമത്തത് എന്താ? ആ ഒരു ദേവിക്ക് അണിയിക്കാൻ കൊടുക്കുക. അതിലൂടെ നമുക്ക് സമാധി എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾ പ്രവർത്തിച്ച് അതെല്ലാം സമർപ്പിച്ചു കഴിയുമ്പോൾ, ശിരസ് മുതൽ പാദം വരെ ദേവിക്ക് സമർപ്പിച്ചു കഴിയുമ്പോൾ അവിടെ എന്തായി? പൂർണ്ണ സമർപ്പണം വന്നു കഴിയുമ്പോൾ സമാധി അവസ്ഥയിലേക്ക് എത്തിച്ചേരുക. അതുകൊണ്ടാണ് സകല ഹ്രീം എന്ന് പറയുന്ന 3ാമത്തെ കൂടം എന്ന് പറയാൻ കാരണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഗുരുജി പറയും പോലെ കണ്ടിന്യൂസ് എക്സ്പീരിയൻസ് ഓഫ് ബ്ലിസ് ഓഫ് ഡിവൈൻ മദർ എന്ന അമ്മ ഗുരുജി പറയാറുള്ളത്. കാരണം അതൊരു ഡിവൈൻ എക്സ്പീരിയൻസ് ആണ്. ഇല്ലെങ്കിൽ ഈ ഡിവൈൻ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ യൂണിവേഴ്സ്. അമ്മ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത്? ഈ ദൈവീകമായിരിക്കുന്ന അമ്മയുടെ ഈശ്വര ശക്തി കൊണ്ട് അമ്മ എങ്ങനെയാണ് ഈ സൃഷ്ടപ്രപഞ്ചത്തെ ഉണ്ടാക്കിയത്? ഈ ലളിതാ സഹസ്രനാമത്തില് നമുക്ക് ഒരുപാട് നാമങ്ങളില് ദേവിക്ക് ഈ ആഭരണങ്ങളുടെ ആ ഓരോ പരാമർശങ്ങൾ വരുന്നുണ്ട്, ഇല്ലേ? കാരണം ഈ ഈ ഓർണമെന്റ്സ് എന്ന് പറയുന്ന ആഭരണങ്ങളെല്ലാം തന്നെ മന്ത്രങ്ങളാണെന്ന് കാണണം. കാരണം ശ്രീവിദ്യ ഉപാസനയില് നമുക്ക് കിട്ടുന്ന മന്ത്രങ്ങളെല്ലാം തന്നെ ആഭരണങ്ങളാണ്. കാരണം ഈ മന്ത്രങ്ങൾ ആഭരണങ്ങളാവാൻ കാരണം എന്താ? ദേവിയെ അറിയാൻ നമ്മളെ സഹായിക്കുന്ന ആ ഒരു ഗണപതി മുതല് ഗണപതി, ബാല, സുബ്രഹ്മണ്യൻ, ചണ്ഡിക, ശ്രീകൃഷ്ണൻ, ദത്താത്രേയൻ, ഗുരു, അങ്ങനെ ശിവമന്ത്രം, ഇതെല്ലാം നമുക്ക് കിട്ടുന്ന മന്ത്രങ്ങളെല്ലാം തന്നെ ആ ഒരു നമുക്ക് കിട്ടുന്ന ആഭരണം. അതായത് ദേവിക്ക് അത് അണിയിക്കാൻ, ദേവിയെ യഥാർത്ഥ സ്വസ്വരൂപത്തെ അറിയാനുള്ള ആഭരണമായിട്ട് കാണണം. അപ്പൊ നമുക്ക് 19ാമത്തെ ഉപചാരത്തിലേക്ക് കയറാം. ദേവിക്ക് ആദ്യം നമുക്കറിയാം ചിതഗ്നികുണ്ട സംഭൂത, ചിതഗ്നിയിൽ നിന്ന്, ചിത്താകുന്ന അഗ്നിയിൽ നിന്ന് അംബായാഗത്തിലൂടെ ശ്രീചക്രത്തിൽ ആരൂഢയായിക്കൊണ്ട് ദേവി ചിതഗ്നിയിൽ നിന്ന് ഉയർന്നു വന്നു എന്നാണ്. അപ്പൊ ആദ്യം നമ്മൾ കണ്ടത് എന്താണ്? ദേവിയുടെ ശിരസ്സാണ്, അല്ലെ? അപ്പൊ ആ ശിരസ് മുതലാണ് നമുക്ക് ദേവിക്ക് ആഭരണങ്ങൾ കൊടുക്കാൻ തുടങ്ങാൻ പോകുന്നത്. അപ്പോ ആദ്യം കൊടുക്കുന്നത് 19ാമത്തെ ഉപചാരം നവമണി മകുടം, നവരത്നം പതിച്ച കിരീടമാണ് നമ്മൾ ആദ്യമായിട്ട് ദേവിക്ക് കൊടുക്കാൻ പോകുന്നത്. ശിരസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സഹസ്രാര പത്മം. ശിവൻ എല്ലാത്തിന്റെയും തുടക്കം എവിടെയാണ്? ഒരു കുഞ്ഞിന് ഒരു ഭ്രൂണം നമ്മുടെ ആ ഒരു ഗർഭപാത്രത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാകുന്നത് ശിരസ്സാണ്. അതാണ് ഊർധ്വമൂലം, അധശാഖം, അശ്വത്ഥം, പ്രാഹുരവ്യയം. എല്ലാം അശ്വത്ഥത്തിന്റെ വേരുകളെല്ലാം എന്താ? മുകളിൽ നിന്ന് താഴോട്ട് തൂങ്ങിക്കിടക്കുന്നു. നമ്മുടെ ശിരസ് ഉണ്ടായതിനു ശേഷമാണ്, അവിടെ നിന്നാണ് നമുക്ക് കൈകാലുകളും നമ്മുടെ ശരീരഭാഗങ്ങളും ഉണ്ടാകുന്നത്. അവിടെയാണ് ശരിക്കും അതിന്റെ തുടക്കം. അപ്പൊ ദേവിക്ക് ആദ്യം ദേവിയുടെ ശിരസിൽ അണിയാനായിട്ട് നവമണി മുകുടം. എന്താണ് നവമണി മുകുടം? ആ ഒരു 9 രത്നങ്ങൾ പതിച്ച ഒരു മകുടം, അതായത് കിരീടം ദേവിക്ക് കൊടുക്കാൻ പോവാണ്. അത് ശിരസിലാണ് ദേവി ധരിക്കുന്നത്. ശിരസ് എന്ന് പറയുന്നത് സഹസ്രാരമാണ്. അവിടെയാണ് നമ്മൾ 1000 ഇതളുള്ള താമര, അല്ലെ, 1000 പെറ്റൽ ലോട്ടസ് എന്ന് പറയുന്നത്. ഈ ജംസ് എന്ന് പറഞ്ഞാൽ, ഇല്ലെങ്കിൽ രത്നങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് വളരെ എന്താ പറയുക, ശക്തമായിരിക്കുന്ന പ്രകാശരശ്മികളെ പുറത്തേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന രത്നങ്ങളിൽ എവിടെ കൊണ്ടുവച്ചാലും, ഒരു ഇരുട്ടിൽ വെച്ചാല് രത്നം അവിടെ ഇരുന്ന് തിളങ്ങും. അതാണ് അതിന്റെ എന്താ പറയാ, ആ ഒരു സ്വാഭാവികമായിട്ടുള്ള കർമ്മമാണ് തിളങ്ങുക. ഇനി ഏത് മണ്ണിന്റെ അടിയിൽ കിടന്നാലും അതിൽ നിന്ന് കുഴിച്ചെടുത്തു കഴിഞ്ഞാൽ അത് തിളങ്ങും, അല്ലെ? അതിന്റെ പ്രകാശരശ്മികൾ. അപ്പൊ നമുക്ക് എവിടെയാണ് നമുക്ക് ഈ ആഭരണങ്ങൾ കൊടുക്കുമ്പോൾ നമ്മുടെ അനുഭവം ഉണ്ടായിട്ട് നമ്മുടെ എവിടെയാണ് ഈ പ്രകാശം ഉണ്ടാവേണ്ടത്, നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ടാവേണ്ടത്? ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് ഉണ്ടാവേണ്ടത് നമ്മുടെ സഹസ്രാര പത്മത്തിലാണ്, അല്ലെ? അപ്പൊ നമ്മുടെ ഇന്നർ നോളജ്, നമുക്ക് അകത്ത് കിട്ടുന്ന അറിവ് കൊണ്ട് ആ ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള പ്രകാശം എവിടെയാണ് പ്രകാശിക്കുന്നത്?
നമ്മുടെ സഹസ്രാര പത്മത്തില് ഈ പറയുന്ന 1000 ദളമുള്ള ആ 1000 ന്യൂറോൺസ്, 1000 എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫിനിറ്റ് എന്നാണ് അർത്ഥം. എണ്ണാൻ പറ്റില്ല നമുക്ക്. ആ ഇൻഫിനിറ്റ് ആയിരിക്കുന്ന സഹസ്രാര പത്മത്തില് 10-15% പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹസ്രാര പത്മം എന്തായിട്ട് തീർന്നു? എല്ലാം പ്രകാശം, സർവതോന്മുഖി, എല്ലാം പ്രകാശമാനമായിട്ട് തീർന്ന സഹസ്രാര പത്മത്തോട് കൂടിയത്. എങ്ങനെയാ ഇത് ഉണ്ടായത്? നമ്മുടെ ആന്തരികമായിരിക്കുന്ന അറിവ് കൊണ്ട്, ഇന്നർ നോളജ് കൊണ്ട് നമുക്ക് ആ പഞ്ചമകാരങ്ങളിലൂടെ ഈ ഒരു യോഗം സംഭവിച്ച് നമ്മുടെ സഹസ്രാര പത്മം ഇന്ന് എന്തായി? പ്രകാശം. സാധാരണ നമുക്ക് ഒരു ഓറ കാണാറുണ്ടല്ലേ? വിവേകാനന്ദ സ്വാമിയുടെയും രാമകൃഷ്ണ പരമഹംസരെയൊക്കെ കാണുമ്പോൾ അവരുടെ ചുറ്റും, ശിരസിന്റെ ചുറ്റും ഒരു പ്രകാശ വലയം കാണാറുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്താ പറയാ, ആ ഒരു പ്രകാശം എന്ന് പറയുന്നത്. അപ്പൊ ഈ ന്യൂറോൺസ് എല്ലാം ആക്ടിവേറ്റ് ചെയ്ത് അത് എന്തായി? അത് പ്രകാശിച്ചു കൊണ്ടേയിരിക്കുന്നു. അവരുടെ ആത്മപ്രകാശം, ആത്മജ്യോതി അത് ഹൃദയത്തിൽ ഉണ്ടായപ്പോ തന്റെ ശിരസില് ആ പ്രകാശം അവരുടെ ചുറ്റും ഒരു പ്രകാശമായി, അത് അവര് ദേവന്മാരായിട്ട് തീർന്നു. ദിവ എന്ന് പറഞ്ഞാല് പ്രകാശിക്കുക എന്നർത്ഥം. ആ പ്രകാശത്തിന്റെ തലത്തിലേക്ക് അവരെത്തി. അവര് ശരീരത്തിൽ നിന്ന്, പ്രകൃതിയിൽ നിന്ന് അവര് അതിക്രമിച്ചു എന്നർത്ഥം. അപ്പൊ നമ്മുടെ ആ ഒരു എല്ലാവരുടെയും, നമ്മുടെ ഓരോ ജീവന്റെയും ലക്ഷ്യം എന്താണ്? അഹം എന്നുള്ള ബോധത്തിൽ നിന്ന് മഹത്ത് എന്നുള്ള ബോധത്തിലേക്ക് എത്തിച്ചേരുക, അല്ലെ? അതാണ് ശരിക്കുള്ള ലക്ഷ്യബോധം എന്ന് പറയുന്നത്. ആ ഒരു പുരുഷാർത്ഥങ്ങളിലെ മോക്ഷം എന്ന് പറയുന്നത് ഈ ശരീരം വിട്ടിട്ടുള്ളതല്ല, ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഈ അറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുക. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാല് ഒരു അഹം, ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്, ഇതുവരെ ഞാനെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ആരായിട്ട് തീർന്നു? നമ്മുടെ ഒരു യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് ആയിട്ട് തീർന്നു. ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ് അത് ഒരു എന്താ പറയാ, പ്രപഞ്ചബോധമായിട്ട്, ആ ഒരു യൂണിവേഴ്സൽ കോൺഷ്യസ് ആയിട്ട് തീർന്നു. അതുകൊണ്ടാണ് ദേവിക്ക് കുരുവിന്ദ മണിശ്രേണി കനത്കോടീര മണ്ഡല, കുരുവിന്ദമണി. കുരുവിന്ദമണി എന്ന് പറഞ്ഞാൽ എന്താ? ചിന്താമണി തന്നെയാണ്, ചുമന്ന മണികള്. ആ ഒരു ദേവിയുടെ ആ ഒരു ചുമന്ന മണികൾ പതിച്ചിരിക്കുന്ന കിരീടം, അതിനകത്ത് 9 ജുവൽസ്, 9 രത്നങ്ങള്. അതിനെ നമ്മൾ ആരായിട്ട്, നമുക്ക് ഈ അറിവ് തരുന്നത് ആരാണ്? നമുക്ക് ഗുരുനാഥൻ, ഗുരുമണ്ഡലത്തിലൂടെ, ദേവിയുടെ ശ്രീചക്രത്തിലെ ബിന്ദു മണ്ഡലത്തിന്റെ തൊട്ട് താഴെ ഇരിക്കുന്ന ത്രികോണത്തില് അവിടെ ഇരിക്കുന്ന നവനാഥന്മാർ, ഇല്ലെങ്കിൽ ഗുരുമണ്ഡലം, സിദ്ധൗഖ, ദിവ്യൗഖ, മാനൗഖ ഗുരുക്കന്മാരല്ലേ? ഈ ഗുരുമണ്ഡലമാണ് ഈ ദേവിയെ കുറിച്ചുള്ള അറിവ് നമ്മുടെ തന്ത്രശാസ്ത്രത്തിലൂടെ, ആഗമ നിഗമങ്ങളിലൂടെ നമ്മൾ ഓരോ സാധകനിലും എത്തിച്ചേർന്നത്. അപ്പൊ ഈ 9 ജുവൽസ് എന്ന് പറയുന്നത്, ഈ തിളങ്ങുന്ന പ്രകാശം നമ്മുടെ ഉള്ളിൽ കൊളുത്തി വെക്കുന്നത് ആരാണ്? ഈ ഗുരുമണ്ഡലമാണ്. അതുകൊണ്ട് നവനാഥന്മാരെയാണ്, അല്ലെങ്കിൽ ഗുരുപാതുക മന്ത്രത്തെയാണ് ഈ 9 മണികള്, അല്ലെങ്കിൽ 9 രത്നങ്ങൾ എന്ന് പറയുന്നത്. ദേവിയുടെ ശിരസിൽ അണിയുന്ന മകുടത്തിൽ പോലും ഈ ഗുരുനാഥന്മാർക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുകയാണ്. അപ്പൊ ഗുരുപാതുകം ജപിക്കുന്നത് എവിടെയാണ്? നമ്മുടെ സഹസ്രാര പത്മത്തിലാണ്. ശ്രീവിദ്യയിൽ നവനാഥന്മാരാണുള്ളത്. 9 നാഥന്മാരിലൂടെയാണ് ശ്രീവിദ്യ സമ്പ്രദായം ആ ഒരു ആദ്യത്തെ സത്യയുഗം മുതൽ ഇന്ന് കലിയുഗം വരെ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ സഹസ്രാരത്തില് ഗുരുപാതുകത്തെ വന്ദിച്ചുകൊണ്ട് മൃഗീമുദ്ര വെച്ച്, മൃഗീമുദ്ര അല്ലെ? ആ ഒരു മൃഗീമുദ്ര എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളെ ഉള്ളിലോട്ടടക്കി, എങ്ങനെയാണോ ഒരു മൃഗം എന്ന് പറഞ്ഞാല് മാനിനെയാണ് ഉദ്ദേശിക്കുക. മാനിന്റെ ചെവികൾ അതെപ്പോഴും കൂർപ്പിച്ചു വെച്ചിട്ടാണ് ശ്രദ്ധിക്കുന്നത്, അല്ലെ? അതുപോലെ നമ്മുടെ ആ പഞ്ചേന്ദ്രിയങ്ങളെയും പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളെയും അടക്കിക്കൊണ്ട് നമ്മുടെ ശ്രദ്ധ എവിടെയായിരിക്കണം? ആ ഒരു മൃഗീമുദ്ര, ശിരസിലെ 2 വിരലുകള്, വലതു ഭാഗത്തെ വലതു കൈ ശിവനും ഇടതു കൈ ശക്തിയും, ആ ശിവനെയും ശക്തിയും ചേർത്തുകൊണ്ട് ഈ പ്രപഞ്ചബോധത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ 2 പാദങ്ങളെ, ശിവപാദങ്ങളെയും ശക്തിപാദങ്ങളെയും നമസ്കരിച്ചുകൊണ്ട് നമ്മൾ ആദ്യം ഒരു ശ്രീവിദ്യ ഉപാസകൻ ചെയ്യുന്നത് അവന്റെ ഗുരുമണ്ഡലത്തെ വന്ദിക്കുക എന്നുള്ളതാണ്. ഗുരുപാദകം പൂജയാമി തർപ്പയാമി നമഃ. ആ ഗുരുമണ്ഡലത്തെ സ്മരിക്കാതെ ശ്രീവിദ്യ ഉപാസന നമ്മളിലേക്ക് ഒഴുകി വരില്ല. കാരണം നവനാഥന്മാരിലൂടെ ആ ബിന്ദുമണ്ഡല സ്വരൂപിണിയായിരിക്കുന്ന സാക്ഷാൽ കാമേശ്വര അംഗത്തിലിരിക്കുന്ന സുധാ സിന്ധൂർ മധ്യേ അല്ലെ, സുരവിടവിവാടി പരിവൃതേ മണിദ്വീപേ ചിന്താമണി ഗ്രഹേ ശിവാകാര മഞ്ചേ പരമശിവ പര്യങ്ക നിലയാം ഭജന്തി ത്വാം. അമ്മ, ഇങ്ങനെ എനിക്ക് അമ്മയെ ഭജിക്കണം. ആ അമ്മ ഇരിക്കുന്നത് എവിടെയാ? നമ്മുടെ ശിരസിലാണ്. അപ്പൊ ഗുരുപാദകം ജപിക്കുക. ആ ദേവിയുടെ ഈ 9 നാഥന്മാരായിട്ടിരിക്കുന്ന 9 രത്നങ്ങൾ ദേവി തന്റെ ശിരസിൽ അണിയുന്നു. നമ്മൾ ആദ്യം കൊടുക്കുന്നത് എന്താ അമ്മയ്ക്ക്? നവമണി മുകുടം.
നമ്മുടെ സഹസ്രാരത്തെ വന്ദിച്ചുകൊണ്ട്, ഗുരുപാദുകങ്ങളെ വന്ദിച്ചുകൊണ്ട്, ഗുരുക്കന്മാരെ അനുഗ്രഹത്തെ തേടിക്കൊണ്ട് ദേവിക്ക് ആദ്യമായിട്ട് കിരീടത്തെ സമർപ്പിക്കുകയാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ചിതഗ്നികുണ്ട സംഭൂതയായിരിക്കുന്ന ദേവിക്ക് ആദ്യത്തെ ആഭരണം നമ്മൾ കൊടുക്കുന്നത് അമ്മയ്ക്ക് ശിരസിൽ അണിയാനുള്ള ആ ഒരു മകുടമാണ്. രണ്ടാമത് എന്താണ് നമുക്ക് കൊടുക്കുന്നത്? ചന്ദ്രശകലം, നവരത്നം പതിച്ച കിരീടം അണിഞ്ഞു. അതില് ദേവിക്ക് എന്താണ്? ആ ഒരു ചന്ദ്രകല രൂപത്തിലുള്ള നെറ്റിയില് അല്ലെങ്കിൽ ശിരസിലെ അലങ്കാരം അണിയിക്കലാണ് ചന്ദ്രശകലം എന്ന് പറയുന്നത്. നമുക്കറിയാം അഷ്ടമി ചന്ദ്രൻ അല്ലെ, അഷ്ടമി ചന്ദ്ര വിഭ്രാജ ദളികസ്ഥല ശോഭിത. ദേവിക്ക് ചന്ദ്രനെ ഓഫർ ചെയ്യാം നമ്മള്. നമുക്ക് ചന്ദ്രകല വെക്കട്ടെ അമ്മ. എന്താണ് ചന്ദ്രകല? ചന്ദ്രകല എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം അല്ലെ. അപ്പോ ഇതിൽ സകല ഹ്രീം എന്ന് പറയുന്ന മൂന്നാമത്തെ കൂടം വളരെ പ്രബലമായിട്ട് വന്നിട്ടുണ്ട്. കാരണം സകല നിഷ്കല. എന്താണ് സകല നിഷ്കല എന്ന് പറയുന്നത്? സകല രൂപം, നിഷ്കള സ്വരൂപം. സകല രൂപം എന്ന് പറഞ്ഞാൽ സൃഷ്ടപ്രപഞ്ചത്തിൽ നാമരൂപമായിട്ട് വന്ന ദേവി. നിഷ്കള സ്വരൂപം എന്ന് പറഞ്ഞാൽ ദേവിയുടെ നാമരൂപങ്ങളില്ലാത്ത നിർഗുണ പരബ്രഹ്മ സ്വഭാവം. അപ്പൊ നിഷ്കളവും കളവും. എങ്ങനെയാണ് നമുക്ക് നിഷ്കള സ്വരൂപം സകളമായിട്ട് തീരുന്നത്? ഈ ചന്ദ്രന്റെ 15 കലകളിലൂടെ, പൗർണമി മുതൽ അമാവാസി വരെയും അമാവാസി മുതൽ പൗർണമി വരെയും. അപ്പോ ശരിക്കും പറഞ്ഞാല് സകല എന്ന് പറയുന്ന 16ാമത്തെ തിഥി എന്ന് പറയുന്ന പൗർണമി തിഥിയാണ് എന്തിലാ അത് മറഞ്ഞിരിക്കുന്നത്? ചന്ദ്രനില്. ചന്ദ്രന് വൃത്തിക്ഷയങ്ങൾ ഉണ്ടാകണം അല്ലെ, തേയ്മാനങ്ങളും അത് ആ ഒരു വൃത്തിയും ക്ഷയവും. 15 ദിവസം അത് ഈ പറയുന്ന അമാവാസി സമയത്ത് ഈ പൂർണ്ണ സൂര്യനിൽ നിന്ന് ഓരോ തിഥികളായിട്ട് ഇറങ്ങി എന്തിലോട്ട് പോകണു? ചന്ദ്രനിലോട്ട് പോകുന്നു. അങ്ങനെ അമാവാസി എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് എന്തായി? ചന്ദ്രൻ കറുത്ത നിറത്തില, യാതൊരു തിഥികളും ഇല്ലാത്ത അവസ്ഥയില്. പിന്നെ എന്ത് ചെയ്യുന്നു? സൂര്യനിൽ നിന്ന് ഓരോ തിഥികളും ചന്ദ്രനിലേക്ക് വന്നു ചേരുന്നു. ഓരോന്നും വന്നു ചേരുമ്പോ എന്തായിട്ട് തീരുന്നു? പ്രകാശമാനമായിട്ട് തീരുന്നു. ഇതാണ് വൃത്തിക്ഷയങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ചന്ദ്രൻ പൂർണ്ണമായിട്ട് പ്രകാശിക്കുന്ന സമയം എപ്പോഴാണ്? പൗർണമിക്ക് അല്ലെ. അപ്പൊ ഈ സകല എന്ന് പറയുന്ന പൗർണമിയായിട്ടിരിക്കുന്ന ലളിതാ ത്രിപുര സുന്ദരി ഒളിച്ചിരിക്കുന്ന, അതായത് ഗോപ്യമായിട്ടിരിക്കുന്ന 16ാമത്തെ കലയാണ് നമ്മള് സകല ഹ്രീം. ഹ്രീം എന്ന് പറഞ്ഞത് ഹ്രീംകാര സ്വരൂപിന്. അതിന് ഒരുപാട് അർത്ഥങ്ങൾ നമ്മൾ കണ്ടു. ഹ്രീം എന്ന് പറയുന്നത് തന്ത്രശാസ്ത്രത്തിലെ ഗോപ്യമായിരിക്കുന്ന ദേവിയുടെ മന്ത്രമാണ്. അപ്പൊ ആ മൂന്നാമത്തെ കൂടം സകല ഹ്രീം എന്ന് പറഞ്ഞാല് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, യാതൊരു ഒരു മുറിഞ്ഞു പോകാത്ത അനുഭവം. അതിനെയാണ് നമ്മള് എന്താ പറയാ, ആ ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റ്, ആനന്ദത്തില് സകല ഹ്രീം 3 കൂടങ്ങളെയും മനസ്സിലാക്കി ഒരു സാധകൻ ദേവിയുടെ ആ 3 കൂടങ്ങളെയും അനുഭവിച്ചുകൊണ്ട് എവിടെയാ നമുക്ക് അനുഭവം ഉണ്ടാകുന്നത്? ഈ മൂലാധാരത്തിൽ നിന്ന് ഈ ശക്തി ശിവനുമായിട്ട് ചേരുമ്പോൾ അനുഭവ മണ്ഡലമാണത്. അതാണ് മാണിക്യ മൗലിസ്പുര താരാനായക ശേഖരം. ആ ഒരു ക്രസൻ മൂൺ, അതായത് ശരിക്കും പറഞ്ഞാൽ ചുമന്ന കിരീടത്തില് ആ ഒരു ചന്ദ്രക്കല ധരിച്ചിരിക്കുന്ന രൂപം. ശരിക്കും പറഞ്ഞാല് ഇതിനകത്ത് രഹസ്യമായ എന്താണെന്ന് ചോദിച്ചാല് 16ാമത്തെ ഷോഡശാക്ഷരി ബീജമാണ് ഇതിനകത്ത് രഹസ്യമായിട്ട് വെച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ പരസ്യമായിട്ട് പറയാൻ സാധിക്കില്ല. ആ ഉയർന്ന തലത്തിലുള്ള ഉപാസകർക്ക് മാത്രമേ അത് ഷെയർ ചെയ്യാൻ സാധ്യമുള്ളൂ. അപ്പൊ ഇതിനകത്ത് ഒളിച്ചു വെച്ചിരിക്കുന്ന സകല എന്ന് പറഞ്ഞ പൂർണ്ണമായിട്ടിരിക്കുന്ന ആ തിഥിയാണ് നമ്മൾ ഷോഡശാക്ഷരി എന്ന് പറയുന്നത്. അതിന് ലക്ഷ്മി ബീജം അത് മറഞ്ഞ രീതിയിലേ എപ്പോഴും ഇരിക്കുള്ളൂ. അത് ഒരിക്കലും നമുക്ക് കാണാനും പറ്റില്ല. കാരണം എന്താണ്? അത് ആ തലത്തിൽ അതിന് നിഷ്കളമായിരിക്കണം. നമ്മുടെ ശരീരബോധത്തെ അതിക്രമിക്കുമ്പോൾ മാത്രമേ നമുക്ക് അത് അനുഭവവേദ്യമാവുള്ളൂ. ചന്ദ്രന് കൂടുതൽ പ്രാധാന്യം. കാരണം ദേവിയെ ചന്ദ്ര സഹോദരിയായിട്ട് പറയാറുണ്ട്. പാലാഴി മഥന സമയത്ത് ഈ പാലാഴിയിൽ നിന്ന് ചന്ദ്രൻ, ഈ ദേവി മഹാലക്ഷ്മി ഉയർന്നു വന്നുവെന്നും ആ പാലാഴിയിൽ നിന്ന് തന്നെയാണ് ചന്ദ്രനും ഉയർന്നു വന്നത് അല്ലെ. അപ്പൊ ദേവിയുടെ സഹോദരനായിട്ട് ചന്ദ്രനെ കാണാറുണ്ട്. പിന്നെ ചന്ദ്രവിദ്യ, സൂര്യവിദ്യ, ചന്ദ്രവിദ്യ, മനുവിദ്യ, നന്ദിവിദ്യ, ഇങ്ങനെ 14 തരത്തിലുള്ള ശ്രീവിദ്യ ഉപാസകരില് ഏറ്റവും ഉയർന്ന ആളാണ് ചന്ദ്രൻ. അപ്പൊ ചന്ദ്രന്റെ ആ ഒരു ചന്ദ്രശകലത്തെ തന്റെ ശിരസില് കൊടുക്കുന്നതോടുകൂടി എന്താണ് ഉപാസകൻ ആഗ്രഹിക്കുന്നത്? തന്റെ എപ്പോഴാണോ തന്റെ സഹസ്രാര പത്മത്തില് എല്ലാ ആ ഒരു ജീവബ്രഹ്മ ഐക്യം വന്ന് എല്ലാ ന്യൂറോൺസും ആക്ടിവേറ്റഡ് ആകുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിരിക്കുന്ന ആ ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റ്, ആനന്ദാവസ്ഥ എപ്പോഴും തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പൊ ഈ ഒരു ഷോഡശാക്ഷരി ബീജം എന്ന് പറയുന്ന 16ാമത്തെ കലയായിരിക്കുന്ന ആ തലത്തില് ആ സാധകനെ എത്തിക്കാൻ സാധിക്കും, എത്തും. അപ്പൊ എന്താ അറിയാൻ പറ്റുക? ഈ ദേവിയെ
നമ്മുടെ ഉള്ളിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ചന്ദ്രശകലം കൊടുക്കുമ്പോ എന്താ നമ്മൾ ആ ദേവിയോട് പറയേണ്ടത്? അമ്മ, ഈ ഒരു എക്സ്പീരിയൻസ്, ഈ ഒരു അനുഭവം എനിക്ക് ഉണ്ടാകട്ടെ. അടുത്തതായിട്ട് 21ാമത്തെ എന്താ പറയാ, ദേവിക്ക് കൊടുക്കുന്ന ഉപചാരം എന്താണ്? സീമന്ത സിന്ദൂരം. നമുക്കറിയാം എല്ലാ സിന്ദൂരത്തിന്റെ പ്രാധാന്യം, എല്ലാ ദേവീ ഉപാസനയിലും സിന്ദൂരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. രജോ ഗുണത്തെ കാണിക്കുന്നു. സിന്ദൂരം എന്ന് പറയുന്നത് മഞ്ഞളും ചുണ്ണാമ്പും ചേർന്നതാണ്. ഇതിന് 36 തത്വങ്ങളാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. എപ്പോ ദേവിക്ക് സിന്ദൂരം കൊടുക്കുമ്പോഴും ദേവിയുടെ നാമരൂപങ്ങളെയാണ് അത് പ്രതിനിധീകരിക്കുന്നത്, 36 തത്വങ്ങളെ. സീമന്ത സിന്ദൂരം, സീമന്തം എന്ന് പറഞ്ഞാല്, സീമന്ത സിന്ദൂരം എന്ന് പറഞ്ഞാല് സാധാരണ വിവാഹിതയായിട്ടുള്ള സ്ത്രീകള് തന്റെ ശിരസില് ആ ഒരു എന്താ പറയാ, ഒരു വകുപ്പ് എടുക്കുക, തലമുടി കോതി വെക്കുമ്പോൾ ആ ഒരു സിന്ദൂരം ഇടാറുണ്ട്. എന്താ അത് കാണിക്കുന്നത്? താൻ വിവാഹിതയാണോ എന്ന് കാണിക്കുന്നതിനെയാണ് സീമന്ത സിന്ദൂരം എന്ന് പറയുന്നത്. സീമന്ത എന്ന് പറഞ്ഞാല് പാർട്ടീഷൻ ഓഫ് ഹെയർ എന്ന അർത്ഥം. നമ്മുടെ ശിരസിലെ ആ ഫോർഹെഡിലുള്ള പാർട്ടീഷൻ. അപ്പൊ സിന്ദൂരം എന്ന് പറഞ്ഞാല് ചുവപ്പ് നിറം. ഈ സിന്ദൂരം ഇടുന്നത് ഭർത്താവ് ജീവിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുക. ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ വിവാഹിതയാണ്, നല്ല കുലജാതയാണ്, ഉന്നത കുലജാതയാണെന്നൊക്കെ കാണിക്കുന്ന എല്ലാ സ്ത്രീകളും വിവാഹം കഴിഞ്ഞാല് സീമന്ത സിന്ദൂരം അണിയും. അപ്പൊ സീമ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പൊ നമ്മൾ താത്വിക അർത്ഥം നോക്കുകയാണ്. സീമ എന്ന് പറഞ്ഞാല് ബോർഡർ എന്നർത്ഥം. സീമ ഒരു പരിധി അല്ലെ? സീമ എന്ന് പറഞ്ഞാൽ അതിര് എന്നൊക്കെ പറയാം. അന്ത എന്ന് പറഞ്ഞാലോ എൻഡ്. അപ്പൊ സീമന്തം, അതിലിപ്പോ ഈ പറയുന്ന എച്ച് എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാല് കാണപ്പെടുന്ന ആ ഒരു യൂണിവേഴ്സ്, കാണപ്പെടുന്ന പ്രപഞ്ചം. അപ്പൊ യാതൊരു ഉപാധിയും ഇല്ലാത്ത നിർഗുണ ബ്രഹ്മമാണ് ഈ സീമന്ത സിന്ദൂരത്തിലൂടെ കാണുന്നത്. കാരണം സീമകളെല്ലാം അന്തമാകുന്ന, അതായത് സീമകളെന്നും ഇല്ലാതിരിക്കുന്ന, നമുക്ക് ഈ പ്രപഞ്ചത്തിന്റെ ചുറ്റളവ് ഒരിക്കലും നിർണ്ണയിക്കാൻ പറ്റില്ല. സീമകൾ നമ്മൾ ഉണ്ടാക്കുന്നതാണ്, അതിരുകള്. പക്ഷെ ഈ സീമകളെല്ലാം ഇല്ലാതായിത്തീരുന്ന ആ തലത്തിലേക്ക് കാരണം സീമന്തം എന്ന് പറഞ്ഞാൽ ഇതിൽ എച്ച് എന്ന് പറയുന്നത് ശരിക്കും ഈ നാമരൂപങ്ങളെ കാണിക്കുന്നതാണ്. അതിനകത്ത് ആ ഒരു വിസർഗം, അതാണ് എച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ ചുവപ്പ്, ശരിക്കും ചുവപ്പ് നിറം എന്ന് പറഞ്ഞാൽ എന്താ? രജോ ഗുണം. ഈ ഉണ്ടായ പ്രപഞ്ചത്തെ കാണിക്കുന്നു. ഈ പ്രപഞ്ചത്തിന് എന്താണ് ഇല്ലാത്തത്? യാതൊരു സീമയും ഇല്ല, അതിന് അതിർവരമ്പുകളില്ല. കാരണം യാതൊരു ഉപാധിയിലൂടെയും ഈ നിർഗുണ ബ്രഹ്മത്തെ അറിയാൻ പറ്റില്ല. കാരണം ശക്തിയുടെ സാന്നിധ്യത്തില് രജോ ഗുണം ആർജിച്ചിട്ടാണ് അതായത് ശിവൻ ശക്തിയുടെ സാന്നിധ്യത്തിലാണ് ഈ പ്രപഞ്ചത്തില് സൃഷ്ടി പ്രക്രിയയിൽ ഏർപ്പെടുന്നത്. 5 ക്രിയകളിലൂടെ. എന്തൊക്കെയാണ്? സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം. ഇതാരാ ചെയ്യുന്നത്? ദേവിയാണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ കാമേശ്വരന്മാര് ആണ് ഈ ചുവന്ന ലൗഹിത്യ വർണ്ണമായിട്ട് പറയുന്നത്. ഈ സിന്ദൂരം എന്ന് പറയുന്നത് ചുവപ്പായിട്ട് കാണുന്നത് ആരാണ്? ഇവരുടെ സംയോഗമാണ്. ഈ ശിവശക്തികൾ ചേർന്നിട്ടാണ് പ്രപഞ്ചത്തെ ഉണ്ടാക്കുന്നത്. അപ്പൊ പ്രപഞ്ചം ഉള്ളിടത്തോളം കാലം ഈ സ്റ്റേറ്റ്, അതായത് ഈ ബ്ലിസ്ഫുൾ സ്റ്റേറ്റ്, ശിവനും ശക്തിയും ചേർന്ന് തന്നെ ഇരിക്കും. നമ്മളെ ചിന്താമണി പ്രവേശത്തിൽ കണ്ടില്ലേ? ചിന്താമണി ഗൃഹത്തില് ആ ഒരു തെക്ക് ഭാഗത്തുള്ള ചിതഗ്നികുണ്ടത്തില് നിത്യ ഹോതാക്കളായിട്ടിരിക്കുകയാണ് കാമേശ്വരനും കാമേശ്വരിയും. എപ്പോഴും ഈ പ്രപഞ്ചം ഉണ്ടായോ അപ്പോഴും മുതൽ അവരതിൽ നിത്യ ഹോതാക്കളാണ്. അവരെന്നും അതുപോലെ ഇരിക്കും. കാലം എന്ന് പറയുന്നത് അനസ്യൂതം പ്രവഹിക്കും. പക്ഷെ ഇവര് രണ്ടുപേരും ഒരിക്കലും മിഥുനങ്ങളായിട്ട് ഒരിക്കലും മാറാത്ത ശിവശക്തികൾ ഉണ്ടായിരിക്കും. അവരുണ്ടെങ്കിൽ മാത്രമേ എന്താണ് ഈ പ്രപഞ്ചമുള്ളൂ. അപ്പൊ ഈ ചലനാത്മകത, അതായത് ഈ പുറകിലെ ശക്തി, ഈ ചലനങ്ങളുടെ എല്ലാം പുറകിലെ ശക്തി ആരാണ്? ചലനമില്ലാത്ത അവസ്ഥയായിരിക്കുന്ന ശിവനാണ്. അപ്പൊ ഈ ശക്തിയായിട്ട് ചലിക്കുന്നതിന്റെ എല്ലാം പുറകില്, അതിനെയാണ് എനർജി ആൻഡ് മാറ്റർ എന്ന് പറയുന്നത്. ചലിക്കുന്നതിന്റെ എല്ലാം പുറകില് ചലിക്കാത്തതായിട്ടുള്ള ആ നിർഗുണ തത്വമായിരിക്കുന്ന സാക്ഷാൽ പരമശിവനാണ്. ഇത് പഞ്ചദശി മന്ത്രത്തിന്റെ 3 കൂടങ്ങളും ചേർന്നതാണ്. കാരണം ദേവിയുടെ സീമന്ത സിന്ദൂരം സദാ ശിവനില്ലാതെ ശക്തിയില്ല, ഭർത്താവില്ലാതെ ഭാര്യയില്ല എന്ന് കാണിക്കുന്ന ആ അനശ്വരമായിരിക്കുന്ന ദേവി എപ്പോഴും മംഗല്യ സിന്ദൂരം അണിഞ്ഞാ കാണുന്നത്. കാരണം ശിവനാണ് ഞാൻ പ്രകാശമാണ് വിമർശമായിട്ടിരിക്കുന്നത്. ആ ശിവൻ തന്നെയാണ് ഞാനെന്ന് കാണിച്ചുകൊണ്ട് തന്റെ ആ ഒരു പ്രപഞ്ച ബോധം എന്ന് പറയുന്നത് എന്റെ ഒരു ലീലയാണ്, ലളിതാ ത്രിപുരസുന്ദരിയുടെ ലീല മാത്രമാണ് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞുകൊണ്ട് ദേവി പഞ്ചകൃത്യങ്ങളും ചെയ്യണു. പക്ഷെ ഇതിന്റെ എല്ലാം പുറകിലെ ശക്തി ആരാണ്? ശിവനാണ്. ഇപ്പൊ പഞ്ചദശി മന്ത്രം എന്ന് പറയുന്ന പ്രപഞ്ച നിർമ്മാണം ഇല്ലെങ്കിൽ ശ്രീചക്രം എവിടെ നിന്നാ വന്നത്?
നിർഗുണ പരബ്രഹ്മമായിരിക്കുന്ന സാക്ഷാൽ പരമശിവൻ. അതാണ് പഞ്ചദശി മന്ത്രത്തില് ശിവൻ കിടക്കുകയും ദേവി അതിന്റെ പുറത്ത് ഇരിക്കുകയും ചെയ്യുക. കാരണം ശിവൻ ഇല്ലാതെ ശക്തിയില്ല. ഒരു പ്രത്യേക രൂപമാണ് അല്ലെ ദേവിയുടെ ആ പഞ്ചബ്രഹ്മാസന സ്ഥിത, പഞ്ചബ്രഹ്മങ്ങളുടെ പുറത്ത് ഇരിക്കുന്നു. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം, 5 കർമ്മങ്ങൾ ചെയ്യുന്ന ദേവി എവിടെയാ ഇരിക്കുന്നത്? സദാശിവനാകുന്ന പലകയുടെ മുകളില് ആ ഒരു കാമേശ്വര അംഗസ്ഥയായിട്ടിരിക്കുന്ന ദേവി. ഇതിൽ നിന്ന് എന്താ സാധാരണ ഒരു വ്യക്തിക്ക് ഇത് മനസ്സിലാകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പഞ്ചദശി മന്ത്രം എടുത്തവർക്കാണ് ഇത് മനസ്സിലാകാൻ കൂടുതൽ എളുപ്പം എന്ന് പറയുന്നത്. അപ്പൊ സീമന്ത സിന്ദൂരം അണിഞ്ഞ ദേവി, സീമകളില്ലാത്ത അവസ്ഥയുണ്ട്. കാരണം സീമകൾ നിശ്ചയിക്കുന്നത് നമ്മളാണ്. ഒരു വ്യക്തി തന്റെ കുങ്കുമം അണിയുമ്പോൾ തന്റെ ഭർത്താവിനും മാംഗല്യത്തിനും വേണ്ടി അണിയുന്ന അതേ സ്ത്രീ അവള് ശരീരത്തിലെ ലിമിറ്റഡ് ആയിരിക്കുന്ന കോൺഷ്യസ് തലത്തിലാണ്. ദേവിയുടെ സീമന്ത സിന്ദൂരം എന്ന് പറഞ്ഞാല് തനിക്ക് ഈ കാണുന്ന പ്രപഞ്ചത്തിൽ നിന്നും ഒരു അതിര് നിശ്ചയിക്കാൻ പറ്റില്ല. സീമകളില്ലാത്ത, സീമകള് അന്തം എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്ന തലത്തിലാണ് ദേവിയുടെ ആരംഭം. ആരംഭം ആരാണ്? സാക്ഷാൽ പരമശിവനാണ്. പരമശിവൻ പരബ്രഹ്മമാണ്, പരശിവനാണ്. അതിൽ നിന്ന് നാമരൂപങ്ങൾ ഉണ്ടാക്കുന്നത് പഞ്ചകൃത്യങ്ങളിലൂടെ ദേവിയാണ്. അപ്പൊ സദാ രജോ ഗുണ പ്രധാനമായിരിക്കുന്ന ശിവശക്തിയുടെ ലൗഹിത്യ ഭാവത്തെയാണ് സീമന്ത സിന്ദൂരം കാണിക്കുന്നത്. ദേവി ചിതഗ്നിയിൽ നിന്ന് പൊങ്ങി വന്നപ്പോ തന്നെ കാമേശ്വരനെ വിവാഹം കഴിക്കുന്ന ലളിത ഉപാഖ്യാനത്തില് വിവാഹത്തിന് മുമ്പ് തന്നെ താലി അണിഞ്ഞിട്ടുണ്ട് ദേവി. നിത്യ സുമംഗലിയാണ് അമ്മ. ശിവനിൽ നിന്ന് ഒരിക്കലും സെപ്പറേറ്റഡ് അല്ല. ശിവശക്തി ഐക്യത്തെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ 21ാമത്തെ ഉപചാരമായിരിക്കുന്ന സീമന്ത സിന്ദൂരം കൊടുക്കുമ്പോ എന്താണ്? ദേവിയുടെ നിർഗുണ ബ്രഹ്മത്തെയും അത് സഗുണമാക്കുന്ന സഗുണ ബ്രഹ്മത്തെയും നമ്മൾ ധരിച്ച് നല്ലവണ്ണം മനസ്സിലാക്കിയിട്ട് വേണം സിന്ദൂരം. 36 തത്വങ്ങളിലൂടെ ഈ പ്രപഞ്ച സ്വരൂപമായിട്ടിരിക്കുന്ന ദേവിക്ക് നമസ്കാരം എന്ന് പറഞ്ഞു വേണം ചെയ്യാൻ. ഇന്ന് ഇവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.